പ്രൈസ് ലോർഡ്. വിമൻ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് എല്ലാ പ്രിയമുള്ളവരും ഞങ്ങൾ ഒരാഴ്ചയോടെ സ്വാഗതം ചെയ്യാണ്. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നമ്മൾ ഒന്നിച്ച് കേൾക്കാൻ പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നമുക്ക് ചേർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവെ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. തിരുസന്നിധിയിലേക്ക് ഞങ്ങൾക്ക് ഒന്നിച്ചടുത്ത് രൂപാന്തരക്കണം. അവിടുന്ന് ഞങ്ങളെ ഒരുക്കി കൃപയ്ക്കായി സ്തോത്രം. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന് അവിടുത്തെ മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണം. ശുശ്രൂഷയുടെ മേൽ അവിടുത്തെ ദൃഷ്ടി ഉണ്ടാകണം, ആലോചന ഉണ്ടാകണം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങളെല്ലാം അനുഭവിക്കട്ടെ. വിവിധ ഭാഗത്തുനിന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ മക്കളെ നീ അനുഗ്രഹിച്ചാട്ടെ. വൻകാര്യങ്ങളെ അവിടുന്ന് ചെയ്താട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടുത്തണം. അവിടുന്ന് അങ്ങനെ ചെയ്യുവാൻ വിശ്വസ്തനാകിൽ സ്തോത്രം. സകല മാനവും സകല മഹത്വവും ഞങ്ങളടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കണ്ടുപിടിച്ചിരിക്കൽ സ്തോത്രം. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് സൗദി അറേബ്യയിൽ നിന്ന് പ്രിയ സിസ്റ്റർ റോണി സജു ആണ്. പ്രിയ സിസ്റ്റർ നമ്മുടെ സ്നേഹത്തോടെ നമ്മുടെ വിമൻ ഫോർ ജീസസിലേക്ക് വെൽക്കം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. സുഖമായിട്ടിരിക്കുന്നേ? അതെ, സൂസൻ സിസ്റ്റർ ആണ് നമുക്ക് നമ്പർ തന്നത്. നിങ്ങൾ ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നേ? ഞങ്ങൾ ഒന്നിച്ചാ വർക്ക് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ സ്തോത്രം. സൗദിയിൽ, പ്രൈസ് ലോർഡ്. സൗദിയിലല്ലേ? സൗദി അറേബ്യയില്. ഓക്കെ. നാട്ടിലൊക്കെ എവിടെയാ? നാട്ടില് എന്റെ സ്വന്തം നാട്, എന്റെ പപ്പയുടെ നാട് ഇടുക്കി ജില്ലയില് കട്ടപ്പന അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ ഇപ്പം ആയിരിക്കുന്നത് എന്റെ വീട് കോട്ടയത്താണ്. ശരി. എന്നെ കല്യാണം കഴിച്ചു വിട്ടത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം കുടുംബത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം, നമുക്ക് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി. ഹസ്ബൻഡിൻ്റെ കുടുംബം, അതുപോലെ പേരൻസ്, ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് റോണി സിസ്റ്റർ വന്നത്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇൻഫർമേഷനൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ അത് നമ്മുടെ പ്രേക്ഷകർക്ക് അനുഗ്രഹമായിരിക്കും. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആദ്യം തന്നെ എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന എൻ്റെ സർവശക്തനായ ദൈവത്തിന് എല്ലാ നന്ദിയും സ്നേഹവും ഞാൻ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ആസാദി ചാനലിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത ഫിന്നി പാസ്റ്റർക്കും അതുപോലെ തന്നെ സാൻഡി സിസ്റ്റർക്കും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ എന്നെ ഈ ചാനലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത സൂസൻ ബിജോയ് ഫാമിലിയോടും ആദ്യം തന്നെ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സൂസനെ കുറിച്ച് ഞാനിത് ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ തീരത്തില്ല. ഷീസ് മൈ ഫ്രണ്ട്, my spiritual sister and my spiritual mentor. ആ കുടുംബം എന്നെ ചേർത്ത് നിർത്തിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ കുടുംബത്തിൽ കൂടെ ദൈവം എന്നെ കണ്ടതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഭൂമിയുടെ മുഖത്ത് ജീവനോടെ ശേഷിച്ചിരിക്കുന്നത്. ആ കുടുംബത്തെ കൂടാതെ എനിക്കൊരു സാക്ഷ്യം, എൻ്റെ സാക്ഷ്യം ഒരിക്കലും പൂർണ്ണമാകത്തില്ല. എൻ്റെ സാക്ഷ്യത്തിൽ പിന്നീട് ഞാൻ ഓരോ കാര്യങ്ങളും വിശദമായിട്ട് പറയുവാൻ ദൈവനാമത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു കൊച്ചു പാട്ട് പാടുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു 1-2 ലൈന്. അത് എന്നെ എപ്പോഴും സന്തോഷിപ്പിക്കുന്ന ഒരു പാട്ടാണ്. അത് ഞാൻ പാടുവാൻ ആഗ്രഹിക്കുന്നു. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. പ്രൈസ് ലോർഡ്. ഞാൻ ഈ പാടിയതുപോലെ തന്നെ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ എനിക്ക് എത്ര പറഞ്ഞാലും, എൻ്റെ യേശുപ്പച്ചനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് തീരത്തില്ല. അത്രമാത്രം എൻ്റെ യേശുപ്പച്ചൻ എൻ്റെ ജീവിതത്തിൽ എന്നെ നടത്തി, ഇപ്പോഴും നടത്തുന്നു.
അധികം മുഖവരകളൊന്നും കൂടാതെ ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. സിസ്റ്റർ പറഞ്ഞ പോലെ എൻ്റെ പേര് റോണി സാജു വർഗീസ്. ഞാൻ സൗദി അറേബ്യയിൽ നിന്നാണ് ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്നത്. നാട്ടില് കോട്ടയത്താണ് ഞങ്ങൾ സെറ്റിൽ ആയിരിക്കുന്നത്. എനിക്ക് എൻ്റെ പപ്പ മരിച്ചുപോയി. എൻ്റെ മമ്മി, എനിക്ക് 2 സഹോദരങ്ങളുണ്ട്. മൂത്ത ബ്രദർ റോബിൻ ഫാമിലി ആയിട്ട് ഇവിടെ ആയിരിക്കുന്നു. ഇളയാള് റോഷൻ, അവൻ ഇവിടെ ആയിരുന്നു, ഇപ്പം നാട്ടിലെ പപ്പായുടെ ദേശത്തായിരിക്കുന്നു. ഇതാണ് എൻ്റെ മമ്മി. പപ്പ മരിച്ചുപോയി. എൻ്റെ പപ്പയുടെ പേര് ജോർജൂട്ടി. എൻ്റെ മമ്മി മേഴ്സി വർഗീസ്, കോട്ടയത്ത് ഉദ്യോഗസ്ഥനായ നല്ലൊരു അപ്പൻ്റെ മകളായിട്ട് ജനിച്ച് ജീവിച്ച ഒരു മകളാണ്. പിന്നീട് എൻ്റെ സാക്ഷ്യത്തിൽ കൂടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ എൻ്റെ മമ്മി മാത്രം മണർകാട്ട് താമസിക്കുന്നു. അതാണ് എൻ്റെ സ്വന്തം കൊച്ചു കുടുംബം. കൂടാതെ എൻ്റെ അച്ചാച്ചൻ സാജു വർഗീസ്, അച്ചാച്ചൻ്റെ മമ്മി ഈ മെയ്യിലാണ് മരിച്ചുപോയത്, മെയ് 2-ാം തീയതി. പപ്പായും അച്ചാച്ചനും പാമ്പാടിയിൽ താമസിക്കുന്നു. ഞങ്ങൾക്ക് 2 മക്കളാണ്. അവന്മാര് ട്വിൻസ് ആണ്. ഒരാള് കമ്പ്യൂട്ടർ എംടെക്കിന് പഠിക്കുന്നു ക്രൈസ്റ്റ് കോളേജിൽ. 2-ാമത്തെ ആള് ഫൈനൽ ഇയർ നേഴ്സിങ്ങിന് ബാംഗ്ലൂർ പഠിക്കുന്നു. പിന്നെ അച്ചാച്ചൻ ഒരു പെങ്ങളുണ്ട്. അവര് ഫാമിലി ആയിട്ട് മധ്യപ്രദേശിൽ സെറ്റിൽ ആയിരിക്കുന്നു. ഇതാണ് എൻ്റെ കൊച്ചു കുടുംബം. ശരി, അപ്പോൾ കുടുംബത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ആ കൊച്ചു കുടുംബത്തിൻ്റെ അല്ലേ അനുഭവങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ജീവിതത്തിൽ കർത്താവ് ചെയ്ത പ്രവൃത്തികൾ, കർത്താവിനെ രുചിച്ചറിഞ്ഞത്, ദൈവസ്നേഹം രുചിച്ചറിഞ്ഞതൊക്കെ വർണ്ണിക്കാനുണ്ടെന്നറിയാം. അതുകൊണ്ട് അധികം സമയങ്ങൾ ഇനി ഞങ്ങൾ ചോദിച്ചും പറഞ്ഞ് നഷ്ടപ്പെടുത്തുന്നില്ല. റോണി സിസ്റ്ററിനെ കണ്ടിന്യൂ ചെയ്യാം, ജീവിതാനുഭവങ്ങളെല്ലാം പറയാം. ഞങ്ങൾ കേൾക്കാൻ റെഡിയാണ്. സിസ്റ്ററിനെ കണ്ടിന്യൂ ചെയ്യാം. ഇടയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യമുണ്ട്, ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. യു ക്യാൻ കണ്ടിന്യൂ. ഞാൻ ഒരു യാക്കോബായ ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. അതിൽ നിന്നാണ് ഞങ്ങൾ വിശ്വാസത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നത്. കാരണം എൻ്റെ പപ്പ തികഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു. എല്ലാം ഉള്ള ഒരു അപ്പൻ്റെ മകളായിട്ട് ജനിച്ചു, എന്നാൽ ഒന്നുമില്ലാത്ത ഒരു അപ്പൻ്റെ മകളായിട്ട് ജീവിച്ചു. ഞങ്ങള് പപ്പായുടെ മദ്യപാനം ഞങ്ങളുടെ കുടുംബം ഒരുപാട്, ഞങ്ങളുടെ ചെറുപ്രായത്തിൽ തന്നെ ഞാനും എൻ്റെ മൂത്ത ബ്രദറും ഒരുപാട് ഭാരത്തിൽ കൂടെ കടന്നുപോയി. പപ്പ വണ്ടി ഓടിച്ച് വീട്ടിലോട്ട് കയറി വരുമ്പം തന്നെ നമുക്കറിയാം പപ്പ ഏത് ഫോമിലാണ് വരുന്നതെന്ന്. പിന്നെ ഞങ്ങൾക്ക് പേടിയാണ്, ഞങ്ങൾക്ക് 2 പേർക്കും പേടിയാണ്. പിന്നെ മമ്മിയെ ഉപദ്രവിക്കുന്നതൊക്കെ നമ്മൾ കാണുമ്പം ഒരുപാട് ഭാരപ്പെട്ടിട്ടുണ്ട്, പ്രയാസപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു യാക്കോബായ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച് വളർത്തപ്പെട്ടതാണെന്ന് പറഞ്ഞല്ലോ. എൻ്റെ പപ്പ ഇങ്ങനെ കുടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നെങ്കിലും ഞങ്ങൾ പള്ളി പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ വീടിന്റെ അതിരാണ് ഞങ്ങളുടെ പള്ളി. അപ്പൊ ഞാൻ അവിടെ പോയി പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളായിരുന്നു, എൻ്റെ പപ്പ കുടി നിർത്തണം. അതിനപ്പുറത്ത് ഒന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. അവിടുത്തെ ഒരു കാര്യങ്ങൾ ചോദിച്ചാലും എനിക്കറിയില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് അവിടെ പോയി കരഞ്ഞു പ്രാർത്ഥിക്കുക. എൻ്റെ കൊച്ചു ഹൃദയത്തിലെ എൻ്റെ സങ്കടം അതായിരുന്നു. എൻ്റെ പപ്പ കുടി നിർത്തണം, ഞങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കണം, ഇത് മാത്രമാണ് പ്രാർത്ഥിച്ചത്. എന്നാൽ ഒരു സുപ്രഭാതത്തില് എൻ്റെ പപ്പ വചനം വായിക്കുവാനിടയായി. എൻ്റെ പപ്പായുടെ ഈ പ്രയാസങ്ങൾ, പപ്പ മമ്മിയെ ഉപദ്രവിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഭാരമായിരുന്നു. ഞങ്ങളുടെ മമ്മി എന്ന് പറഞ്ഞാൽ ഒരു നല്ല കുടുംബത്തില് ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. മമ്മിയൊക്കെ 7 സഹോദരങ്ങളാണ്. എൻ്റെ മമ്മി 3-ാമത്തെയാണ്. എൻ്റെ മമ്മിയാണ് ഏറ്റവും ഭാരത്തിൽ കൂടെ കടന്നുപോയത്. മമ്മിയുടെ ചെറുപ്രായത്തിൽ തന്നെ മമ്മിയുടെ അപ്പ മരിച്ചുപോയി. അതിനുശേഷം മമ്മിയുടെ അമ്മ, ഞങ്ങൾ പൊന്നമ്മച്ചി എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ വിളിക്കുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് പൊന്നമ്മച്ചി തന്നെയായിരുന്നു. ഒരുപാട് സ്നേഹം തരുന്ന ഒരു അമ്മ, ഒരു വല്യമ്മയായിരുന്നു ഞങ്ങൾക്കത്. ഞങ്ങളുടെ മമ്മിയെ ഞങ്ങളെ കാണാൻ കോട്ടയത്തു നിന്ന് കട്ടപ്പന വരും, ഞങ്ങളുടെ സ്ഥലത്ത് വരും. അവിടെ വന്ന് ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ കാണുമ്പം മമ്മിയുടെ മറ്റു സഹോദരങ്ങളോട് പറയുമായിരുന്നു, മേഴ്സിമോക്ക് ഏറ്റവും കഷ്ടം, അവരെ സഹായിക്കണം.
ഈ 7 സഹോദരങ്ങളും ഇപ്പോഴും, അതിലൊരാൾ മരിച്ചുപോയി, 6 പേരും ഇപ്പോഴും ആ പൊന്മച്ചി പറഞ്ഞു തന്നെ ആ നല്ല സ്നേഹത്തിൽ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ കടന്നു പോകുന്നത്. ഞങ്ങൾ സഹോദരങ്ങളും സഹോദരങ്ങളുടെ മക്കളും എല്ലാം അങ്ങനെ തന്നെയാണ്. അങ്ങനെ പൊന്മച്ചി ഞങ്ങളെ കാണാൻ വരുമ്പം ഞങ്ങളുടെ ഈ കഷ്ടതയും പ്രയാസവും പപ്പ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ പൊന്മച്ചി ഭയങ്കര ഭാരമായിരുന്നു. പലപ്പോഴും എൻ്റെ മമ്മിയോട് പറഞ്ഞിട്ടുണ്ട്, മേഴ്സിമോളെ നീ ഈ മക്കളെ ഈ ഭർത്താവിനെയൊക്കെ വിട്ടിട്ട് പോരാ, ഞങ്ങൾ നിന്നെ നോക്കിക്കോളാന്ന്. അപ്പൊ ഒക്കെ എൻ്റെ മമ്മി പറയായിരുന്നു, ഇല്ല ഞാൻ വരത്തില്ല, ഇവരെ പപ്പായെയും ഈ മക്കളെയും ദൈവമാണ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതെന്ന് പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പലപ്പോഴും ഞാൻ മമ്മിയോട് പറഞ്ഞിട്ടുണ്ട്, മമ്മി പൊക്കോ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാമെന്ന്. പക്ഷെ മമ്മി പറയായിരുന്നു, ഇല്ല, എൻ്റെ മരണം വരെയും നിങ്ങൾക്കും മക്കൾക്കും വേണ്ടി ജീവിക്കണം, എൻ്റെ യേശുപ്പച്ചൻ എന്നെ ഏൽപ്പിച്ചതാണ് നിങ്ങളെ എന്ന്. എനിക്ക് ഉറപ്പോടെ ഒരു കാര്യം പറയാൻ ഇപ്പോഴും സാധിക്കും, 4 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ ഇന്നും എൻ്റെ മമ്മി എഴുന്നേറ്റിരുന്ന് മക്കൾക്കും കൊച്ചുമക്കൾക്കും സഹോദരങ്ങൾക്കും ഒക്കെ വേണ്ടി ആത്മാർത്ഥതയോടെ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണ്. ആ പ്രാർത്ഥനയാണ് ഞങ്ങളെ ഇവിടം വരെയും എത്തിച്ചത്. അതാണ് എൻ്റെ മമ്മിയെ കുറിച്ച് എനിക്ക് പറയുവാനുള്ളത്. അതുപോലെ തന്നെ പപ്പായുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസം ഉണ്ടാക്കി. എന്നാൽ ഒരുപക്ഷെ ദൈവം ഞാൻ ആ പള്ളിയിൽ പോയിരുന്നു പ്രാർത്ഥിച്ചത് കേട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ എൻ്റെ പപ്പ വചനം വായിക്കാൻ തുടങ്ങി, തന്നെത്താൻ വേദപുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങി. ഒരു പാസ്റ്റർമാര് പറഞ്ഞിട്ടോ ഒരു സുവിശേഷകന്മാര് പറഞ്ഞിട്ടോ ഒന്നുമല്ല, പപ്പായുടെ ഹൃദയത്തിൽ അങ്ങനെ തോന്നി. പപ്പ വചനം വായിക്കാൻ തുടങ്ങി. അങ്ങനെ വചനം വായിച്ച് പപ്പ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. അപ്പൊ എൻ്റെ മമ്മി വിചാരിച്ചു അടുത്ത ഇനി എന്തെങ്കിലും ഒരു സംരംഭം ഉണ്ടാക്കാനാണെന്ന് വിചാരിച്ചു. മമ്മിക്ക് പപ്പായുടെ ഈ പ്രവർത്തനങ്ങൾ, ഈ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നും മമ്മിക്കൊരു താല്പര്യം തോന്നിയില്ല. എന്നാൽ പപ്പായുടെ മദ്യപാനമൊക്കെ നിർത്തി, വചനം സത്യമാണെന്നും ഈ വചനത്തിനനുസരിച്ച് പോണമെന്നും ഒക്കെ പപ്പ തന്നെത്താൻ മനസ്സിലാക്കി പള്ളിയിൽ പോകുന്നത് നിർത്തി പപ്പ നല്ലവനായി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മമ്മിക്ക് അതൊരു ഭയങ്കര ആശ്വാസമായി. അങ്ങനെ മമ്മിയും രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. പപ്പായും മമ്മിയും സ്നാനപ്പെട്ടു. ഞങ്ങളുടെ ഭവനത്തിൽ സന്തോഷത്തോടെ ഞങ്ങൾ ജീവിക്കുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കി. എൻ്റെ പപ്പ അറിഞ്ഞ സത്യം അനേകരോട് ഒരു ഭ്രാന്തനെ പോലെ ആ ദേശത്ത് ഓടി നടന്ന് സത്യങ്ങൾ പറയുമായിരുന്നു. അനേകരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ എൻ്റെ പപ്പയ്ക്ക് സാധിച്ചു. എല്ലാവരും സുവിശേഷം പറയുന്ന പോലെ എല്ലാവരും എൻ്റെ പപ്പ പറഞ്ഞുകൊണ്ടിരുന്നത്. പപ്പ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ കട്ടിങ്ങുകളിൽ കൂടെയും സയൻസിൽ കൂടെയും ഒക്കെയാണ് ദൈവവചനം സത്യമാണെന്ന് പപ്പ പ്രൂവ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരുപാട് പേര് ദൈവത്തെ അറിയുവാനിടയാക്കി. അങ്ങനെ എൻ്റെ പപ്പ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ താമസിക്കുന്ന KK റോഡ് സൈഡിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ വീടിന്റെ മുമ്പിലുള്ള സ്ഥലം ഒരു ഹോള് പണിയാൻ വേണ്ടി കൊടുക്കുകയും, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, സ്നേഹം വിലയാക്കിക്കൊണ്ട് ഒരു പൈസ പോലും പ്രതിഫലം പറ്റാതെ അവിടെ ഒരു ചർച്ച് പണിയുവാനൊക്കെയും അനേക ദൈവമക്കൾ അവിടെ കടന്നു വന്ന് ആരാധിക്കുവാനും. ആ കാലത്ത് അങ്ങനെ വിശ്വാസത്തിലുള്ളവരൊന്നും ഇല്ലായിരുന്നു ഞങ്ങളുടെ ആ ദേശത്ത്. നിറയെ കാത്തലിക്സും അങ്ങനെയുള്ളവർ മാത്രമുള്ള ഒരു സ്ഥലമായിരുന്നു. എന്നാൽ അനേകർ ദൈവത്തെ അറിയുവാനും ആ ചർച്ചിൽ അനേകർ കൂടി വരുവാനും ഒക്കെ ദൈവം ഇടയാക്കി. ആ സമയങ്ങളെയൊക്കെ ഞാൻ ഇന്നത്തെ പോലെ ഓർക്കുന്നു. അനേകരോട് സുവിശേഷം പറയുമ്പോൾ അതൊക്കെ ഞാനിങ്ങനെ പപ്പയുടെ അടുത്ത് പോയിന്ന് കേൾക്കുവായിരുന്നു. പപ്പ പറയുന്ന സത്യങ്ങളെല്ലാം അത് ഇന്നും എൻ്റെ ഹൃദയത്തിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട്. ഒരു ഭ്രാന്തനെ പോലെ എൻ്റെ അപ്പൻ ആ ദേശത്ത് ദൈവവേല ചെയ്യുവാനിടയാക്കി. പപ്പയുടെ കുടുംബ സ്വത്ത് കിട്ടി. വിറ്റ സ്വത്ത് മുഴുവൻ ദൈവവേലയ്ക്ക് വേണ്ടി പപ്പ ഉപയോഗിച്ചു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. മമ്മി പപ്പായോട് പറയുന്നത്, ഒരു മോളല്ലേ ഉള്ളൂ, ഇച്ചിരി രൂപയെങ്കിലും ബാങ്കിലിടാൻ. അപ്പൊ പപ്പ പറയും, ഇല്ല, ദൈവം അവൾക്ക് വേണ്ടി കരുതിക്കോളൂ എന്ന്. അത്രയും ഭംഗിയായി ദൈവനാമത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവം പപ്പയെ ഇടയാക്കി. ഇന്ന് പപ്പ ഇല്ല, കർത്തൃസേനയിൽ ചേർക്കപ്പെട്ടു. പപ്പ ചെയ്ത ആ നല്ല കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞങ്ങൾ 3 മക്കളെയും ഇവിടം വരെ എത്തിച്ചതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. എത്ര ഭാരത്തിൽ കൂടെ പോയാൽ പോലും ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുവാനോ ചെയ്യുവാനോ പപ്പ മുന്നോട്ട് തന്നെ വരുവാൻ പലപ്പോഴും ചെയ്യുന്നതൊക്കെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്.
അതാണ് പപ്പയെ കുറിച്ച് എനിക്ക് പറയുവാനുള്ളത്. തുടർന്ന് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് എപ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോൾ ആരെന്നോട് നിനക്ക് എന്താകണമെന്ന് ചോദിച്ചാലും ഞാൻ ചാടി പറയുമായിരുന്നു, എനിക്കൊരു പോലീസ് ഓഫീസർ ആകണം, അല്ലെങ്കിൽ എനിക്കൊരു ടീച്ചർ ആകണം. ഇതായിരുന്നു എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. അപ്പൊ ഞാൻ എൻ്റെ മമ്മിയോട് എൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു, ഇല്ല, ഒരിക്കലും അത് നടക്കത്തില്ല, നമുക്ക് പറ്റിയതല്ല അതൊന്നും, നീ ഒരു നേഴ്സായി കാണണം, അതാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. എങ്കിലും മമ്മി അന്ന് ആ കാലത്തൊക്കെ പപ്പായെ അനുസരിക്കുക, മമ്മിയെ അനുസരിക്കുക, അതിനപ്പുറത്ത് വേറൊന്നും ഇല്ലാതെ തന്നെയല്ല. എൻ്റെ മമ്മി വളരെ സ്ട്രിക്റ്റ് ആയ ഒരു അമ്മയാണ്. അങ്ങനെ തന്നെയാണ് അപ്പോഴും അതെ, ഇപ്പോഴും അതെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല മമ്മി, എനിക്ക് നേഴ്സ് ആകണ്ട, എനിക്ക് ഇതായാൽ മതി. ഇല്ല, സമ്മതിച്ചില്ല. അങ്ങനെ എൻ്റെ മമ്മി എന്നെ കൊണ്ട് സയൻസ് എടുപ്പിച്ച് എൻ്റെ മമ്മിയുടെ സിസ്റ്റർ എനിക്ക് കോട്ടയം PCM കോളേജിൽ എനിക്ക് അഡ്മിഷൻ വാങ്ങി തന്നു. അവിടെ അങ്ങനെ പ്രീ ഡിഗ്രി പഠനം പൂർത്തിയാക്കുവാൻ ദൈവം ഇടയാക്കി. അവിടെയൊക്കെ ഇരുന്ന് പലപ്പോഴും വിഷമിച്ച സമയങ്ങളുണ്ട്, പല കാര്യങ്ങൾക്ക് പ്രയാസപ്പെട്ടിട്ടുണ്ട്, ഇംഗ്ലീഷ് മനസ്സിലാകാതെ പ്രയാസപ്പെട്ട സമയങ്ങളൊക്കെയും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം അവിടെയൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രീ ഡിഗ്രി പഠനം കഴിഞ്ഞ് നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടി, നേഴ്സിങ്ങിന് ജോയിൻ ചെയ്തു. ആ പഠനവും പൂർത്തിയാക്കി 1998 ഞാൻ ബോംബെയിലായിരുന്നു. 2 വർഷക്കാലം ബോംബെ ജോലി ചെയ്തു. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 1998 കുവൈറ്റിന്റെ ഒരു സെലക്ഷൻ ഉണ്ടായി. അത്യാവശ്യമൊക്കെ പഠിക്കുമായിരുന്നു, അതുകൊണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, അത് കിട്ടുവാനൊക്കെ ഇടയായി. അങ്ങനെ ബോംബെ ടാറ്റ ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കലൊക്കെ ഫിറ്റായി ഇവിടുന്ന് ഞാൻ കുവൈറ്റിന് കടന്നുപോയി. എൻ്റെ പപ്പ മരിച്ചതിന്റെ തൊട്ട് പുറകെയാണ് എനിക്ക് കുവൈറ്റ് സെലക്ഷൻ ആയതും ഒക്കെ. അപ്പൊ ഒക്കെ എൻ്റെ മനസ്സിൽ ഒരുപാട് പപ്പ മരിച്ച പ്രയാസം ഉണ്ടായിരുന്നെങ്കിലും ജോലിയൊക്കെ കിട്ടി. വീട്ടിലെ ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ എൻ്റെ സഹോദരങ്ങൾക്കും എൻ്റെ വീടിനും ഒക്കെ വേണ്ടി ചെയ്യാതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ കുവൈറ്റിലെത്തി ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് അന്ന് പോയി അവിടെ ചെന്ന് വീണ്ടും മെഡിക്കൽ ഉണ്ടായിരുന്നു. ആ മെഡിക്കല് എല്ലാവരും ഫിറ്റായി, എല്ലാവരും ഓരോരോ സ്ഥലങ്ങളിൽ അവരെ അസൈൻ ചെയ്തു. എൻ്റെ മെഡിക്കൽ മാത്രം എനിക്ക് അൺഫിറ്റായി. അപ്പം ഞാൻ എൻ്റെ കോളിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഒരു ദിവസം ആ മെഡിക്കൽ ഓഫീസർ, 2ാമത്തെ ആഴ്ച മെഡിക്കൽ ഓഫീസർ എന്നെ അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ വിളിപ്പിച്ചു. എനിക്കൊരു ചെയറൊക്കെ തന്നെ എന്നെ അവിടെ ഇരുത്തിയിട്ട് എന്നോട് പറഞ്ഞു, നിന്നോടൊരു കാര്യം പറയാനുണ്ട്, നീ മെഡിക്കലി അൺഫിറ്റ് ആണ്, അതുകൊണ്ട് നിനക്ക് ഈ കൺട്രിയിൽ ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. വളരെ ഹൃദയവേദനയോടെ ഞാൻ ആ മനുഷ്യന്റെ കാല് വരെ പിടിച്ചു. എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ എന്നെ ഇവിടെ നിർത്തണം, എനിക്ക് ഈ ജോലി ആവശ്യത്തെക്കാൾ ഉപരി അത്യാവശ്യമാണ്, എൻ്റെ പപ്പ മരിച്ചു സമയമാണ്, ഒരുപാട് ബാധ്യതകളുണ്ട്, ഇതൊക്കെ പറഞ്ഞു. പക്ഷേ അദ്ദേഹം ഒരു ഈജിപ്ഷ്യനായ മനുഷ്യനായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇല്ല, എന്തെങ്കിലും പിന്നീട് ഒരു ചെക്കിങ് വന്നു കഴിഞ്ഞാൽ നിനക്ക് ഞാനും പെട്ടുപോകും, നീയും പെട്ടുപോകും, നമ്മൾ വേറൊരു രാജ്യത്താണ്, അതുകൊണ്ട് നീ മെഡിക്കലി അൺഫിറ്റ് ആണ്, നിനക്ക് ഈ രാജ്യത്ത് ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അപ്പം വളരെ വേദനയോടെ ഞാൻ ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അയാൾ എന്നോട് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഡോക്ടറിനോട് ഒരു കാര്യം കൂടെ പറഞ്ഞു, മക്കളെ, അതാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഒരു നേഴ്സാണ്, ഇത് നിന്നോട് എനിക്ക് പറയാതെ ഈ ദേശത്തുനിന്ന് എനിക്ക് നിന്നെ പറഞ്ഞു വിടാൻ പറ്റത്തില്ല, നിനക്ക് ജോലി ചെയ്യാൻ പറ്റും, അത് നിന്റെ രാജ്യത്ത് മാത്രം, ഒരു GCCയിലും നിനക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല, നീ മെഡിക്കലി അൺഫിറ്റ് ആണ് എന്ന് പറഞ്ഞു. വളരെയധികം വേദനയോടെ ഞാൻ ആ ദേശത്തു നിന്ന് മടങ്ങി വന്നു. ആ സമയത്ത് എൻ്റെ മമ്മിയും സഹോദരങ്ങളും ബോംബെയിലായിരുന്നു. എൻ്റെ പപ്പ മരിച്ചതിന് ശേഷം എൻ്റെ സഹോദരങ്ങൾ മമ്മിയെ ബോംബെ കൊണ്ടുപോയി. അപ്പം ഞാൻ തിരിച്ച് പോയതിൽ സ്പീഡിൽ ബോംബെ തന്നെ തിരിച്ചു വന്നിറങ്ങി. ഏകദേശം 1.5 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ബോംബെ തിരിച്ചു വന്ന് മമ്മിയോട് ഞാൻ പറഞ്ഞു, മമ്മി, ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കത്തില്ല, എനിക്ക് നാണക്കേടാണ്, അതുകൊണ്ട് ഞാൻ പഠിച്ച് എൻ്റെ ഹൈദരാബാദിൽ ഞാൻ തിരിച്ചു പോവുക, ഞാൻ അവിടെ ജോലി ചെയ്തോളാം. മമ്മിയും സഹോദരങ്ങളും എൻ്റെ സഹോദരങ്ങളും ബോംബെയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ മാത്രം ഹൈദരാബാദിൽ തിരിച്ചു പോയി. ഇവിടെ കെയർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുവാൻ ദൈവം എന്നെ ഇടയാക്കി. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊട്ടെ, ഞാൻ തിരിച്ച് ബോംബെ വന്ന സമയത്ത് ഒരു UK ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാൻ ഇടയായി. ആ ഇന്റർവ്യൂവിനും ഞാൻ സെലക്ട് ആയി. ആ സമയത്ത് ഞാൻ എൻ്റെ മമ്മിയോട് പറഞ്ഞു, മമ്മി ഇപ്പൊ ആര് UK ഒന്നും പോകത്തില്ല,
നമ്മുടെ ബോധം അത്ര ഉണ്ടായിരുന്നു. ആ സമയത്തൊന്നും അങ്ങനെ UK-ക്കൊന്നും പോകുന്ന ഒരു കാലമല്ലായിരുന്നു. എനിക്ക് അത്ര അതിനെക്കുറിച്ച് അറിയത്തുമില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് GCC മാത്രം മതി, എനിക്ക് ഗൾഫിൽ പോയാൽ മതി, എനിക്ക് UK-യിലൊന്നും പോകണ്ട. അങ്ങനെ ആ UK-യും ഞാൻ വിട്ടു. തിരിച്ച് ഒരു MG മൈൻഡഡ് ആയി ഹൈദരാബാദിന്റെ പ്രദേശത്ത് പോവാനും അവിടെ കെയർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുവാനും ഒക്കെ ദൈവം ഇടയാക്കി. അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ അച്ചാച്ചനുമായിട്ടുള്ള ഞങ്ങളുടെ വിവാഹത്തിനുള്ള ആലോചനകൾ വരുന്നത്. ആ ആലോചന വന്നപ്പോ ഒക്കെ ഞാൻ ദൈവത്തോട് വെല്ലുവിളിച്ച് നിന്ന സമയമാണ്. യോനാ പ്രവാചകന്റെ പുസ്തകം ഇപ്രകാരത്തിൽ പറയുന്ന 2-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം, ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളി, പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു. എന്നാൽ അത് യോനാ പ്രവാചകന്റെ കാര്യമാണ്. ഞാൻ എൻ്റെ കഷ്ടത വന്നപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ വെല്ലുവിളിച്ച് നിൽക്കുവാനാണ് ഇടയായത്. കാരണം എൻ്റെ പപ്പായുടെ മരണം എന്നെ ഭയങ്കരമായിട്ട് ഭാരപ്പെടുത്തി. ചെറുപ്രായം മുതൽ ജീവിതത്തിലെ കഷ്ടതകൾ എന്നെ വളരെയധികം പ്രയാസപ്പെടുത്തി. വയറ്റിൽ പോയിട്ട് തിരിച്ചു വന്നത്, അങ്ങനെ എല്ലാം ഞാൻ നെഗറ്റീവായിട്ട് മാത്രമാണ് കണ്ടിരുന്നത്. ഈ ദൈവം നമ്മളെ സ്നേഹിക്കുന്നില്ല മമ്മി, ഈ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെയൊന്നും വരികയില്ല. ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലെ ചിന്തകള്. ഞാനൊരു നെയിം സേക്കിന് മാത്രം ഒരു ബന്ധക്കോസുകാരിയായിട്ട് ജീവിച്ചു. ഞാൻ പ്രാർത്ഥിക്കത്തില്ലായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്ന ഇത്ര മാത്രമാണ്. എൻ്റെ ബെഡയിലിരുന്ന് ഞാൻ ഇത്ര മാത്രം പ്രാർത്ഥിക്കും, എൻ്റെ പപ്പായെയും എൻ്റെ മമ്മിയെയും എൻ്റെ സഹോദരങ്ങളെയും കാത്തുകൊള്ളണേ, ആമേൻ. കാരണം എൻ്റെ പപ്പ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ഇപ്രകാരം പപ്പ പറയുന്നത് കേട്ടിട്ടുണ്ട്, യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അത് ഇരട്ടിയായിട്ട് കണക്കിട്ടു എന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയാണല്ലോ, എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയാണല്ലോ പ്രാർത്ഥിക്കുന്നത്, അപ്പൊ അതിൽ കൂടുതൽ നന്മകൾ ദൈവം എനിക്ക് തരും. അത്രമാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന. അത് എത്രമാത്രം വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഞാൻ ദൈവത്തോട് വെല്ലുവിളിച്ച് നിന്ന സമയത്താണ് വിവാഹാലോചന വരുന്നത്. ആ വിവാഹാലോചന വന്ന സമയത്ത് എൻ്റെ മമ്മി കോട്ടയത്തെ മമ്മിയുടെ വീട്ടിൽ വന്ന് നിന്ന് ആണ് ആ കല്യാണം നടത്തുവാൻ വേണ്ടി ആഗ്രഹിച്ചത്. അങ്ങനെ പല കല്യാണാലോചനകൾ വന്നു, പലതും നടക്കാതെ പോയി. കാരണം നമുക്ക് പൈസയില്ല, നമുക്ക് സൗന്ദര്യമില്ല, നമുക്കൊന്നുമില്ല. അത് ഞങ്ങളെ അത് ആണ് പല കല്യാണങ്ങളും മുടങ്ങിപ്പോകാനുണ്ടായ കാരണം. എന്നാൽ പല കല്യാണങ്ങളും മുടങ്ങിപ്പോയപ്പോൾ എൻ്റെ മമ്മിയുടെ അമ്മ, എൻ്റെ പൊന്നമ്മച്ചി പറഞ്ഞു, റോണിമോടെ കല്യാണത്തിന് മുമ്പ് ഈ വീട്ടിലൊരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വെക്കണമെന്ന്. എൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞങ്ങൾ വിശ്വാസത്തിൽ വന്ന സമയത്ത്, ഇപ്പോഴും എൻ്റെ പപ്പയുടെ വീട്ടില് എൻ്റെ പപ്പ മാത്രമേ ഉള്ളൂ വിശ്വാസത്തിൽ വന്ന. മമ്മിയുടെ വീട്ടിൽ ഇന്ന് ചില സഹോദരങ്ങളും എൻ്റെ പൊന്നമ്മച്ചിയും വിശ്വാസത്തിലേക്ക് വരുവാനൊക്കെ ഇടയായി. അങ്ങനെ എൻ്റെ പൊന്നമ്മച്ചി മമ്മിയോട് പറഞ്ഞു, നമുക്ക് ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചിട്ട് മതി റോണിമോടെ കല്യാണമെന്ന്. അങ്ങനെ ഉപവാസ പ്രാർത്ഥനയാണെന്നൊക്കെ എന്നെ ഹൈദരാബാദിൽ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഉപവാസ പ്രാർത്ഥന വെക്കുവോ വെക്കാതിരിക്കുവോ അതൊക്കെ മമ്മിയുടെ ഇഷ്ടം, എനിക്ക് പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ ഒരു താല്പര്യമില്ല. അത് നടക്കുമ്പോൾ നടന്നു, അത്ര മാത്രമായിരുന്നു. എന്നാൽ ഉപവാസ പ്രാർത്ഥന ഒരു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കുഞ്ഞുമോൻ, ആ പാസ്റ്റർ പ്രവചിച്ച് ഇപ്രകാരം പറഞ്ഞു, അച്ചാച്ചന്റെ പപ്പ എന്ത് ചോദ്യം ചോദിച്ചുകൊണ്ട് വരും, ആ വീട്ടിലായിരിക്കും ഈ മകളെ കല്യാണം കഴിച്ചു വിടുന്നതെന്ന്. അങ്ങനെ അച്ചാച്ചന്റെ പപ്പ പത്രത്തിൽ കണ്ട്, അഡ്വർടൈസ്മെന്റ് കണ്ട് ഞങ്ങളുടെ ഭവനത്തിൽ വന്നു. സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ആ പാസ്റ്റർ പറഞ്ഞ അതേ ചോദ്യം പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ട് കയറി വരുന്നത്. എൻ്റെ മമ്മിയും എൻ്റെ പൊന്നമ്മച്ചിയും എൻ്റെ മമ്മിയും വേറൊന്നും ചിന്തിച്ചില്ല. ഇതാണ് റോണിമോൾക്കുള്ള ആലോചന, ഇത് നടക്കണം, ഇത് നടത്തും, അങ്ങനെ ആയിരുന്നു, ദൈവഹിത പ്രകാരമാണ് ഇത് വന്നത് എന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ കല്യാണത്തിനായി നാട്ടിൽ വന്നു. എന്നെ കല്യാണം കഴിപ്പിച്ചത് ഒരു ബ്രദറൻ ബാക്ക്ഗ്രൗണ്ടിലേക്കാണ് എന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടത്. ഞങ്ങൾ ആ സമയത്ത് അസംബ്ലീസ് ഓഫ് ഗോഡിൽ നിൽക്കുന്ന സമയമായിരുന്നു. ഒരു യാക്കോബായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കടന്നു വന്നത് കൊണ്ട് ഇതിന്റെ ഒന്നും വ്യത്യാസങ്ങളോ അസംബ്ലീസ് ഓഫ് ഗോഡ് ഇങ്ങനെയാണെന്നോ അല്ലെ ചർച്ച് ഓഫ് ഗോഡ് ഇങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ബ്രദറൻ സഭ ഇങ്ങനെയാണെന്നോ അതിന്റെ വ്യത്യാസങ്ങളൊന്നും നമ്മൾക്ക് അറിയത്തില്ലായിരുന്നു. എനിവേ അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. അത് കല്യാണം കഴിഞ്ഞ് എൻ്റെ മമ്മിയും സഹോദരങ്ങളും തിരിച്ച് ബോംബെക്ക് കടന്നുപോയി. ഞാൻ മാത്രം ആ ഭവനത്തിലായി. കോട്ടയത്തെ കല്യാണം കഴിച്ചു വിട്ട വീട്ടില് ആദ്യത്തെ ഞായറാഴ്ച ഞാനും അച്ചാച്ചനും ഞങ്ങളെല്ലാവരും, പപ്പായും മമ്മിയും ഞങ്ങളെല്ലാവരും കൂടെ ആരാധനയ്ക്ക് പോയി. ബ്രദറൻ സഭയിൽ ആരാധനയ്ക്ക് പോയി. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനത്തിൽ തന്നെയാണ് ചെന്നത്.
ബ്രദറൻ സഭയിൽ ആരാധനയ്ക്ക് പോയി അവിടെ ചെന്ന് ഞാൻ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസം തോന്നി. എന്താണ് അവിടെ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥ. ഒരു കൈകൊട്ടില്ല, ആരാധനയില്ല, അങ്ങനൊന്നുമില്ല. ഞാൻ ആരാധിച്ച ദൈവത്തെയോ അല്ലെ ഞാൻ പോയ ചർച്ച് പോലെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ടും കരഞ്ഞു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഞാൻ എവിടാണ് വന്നത്, തെറ്റിപ്പോയോ എന്ന്. എനിക്ക് ഭയങ്കര പ്രയാസം തോന്നി. ഞാൻ ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ എൻ്റെ ഹൈദരാബാദിലേക്ക്, എൻ്റെ ജോലി സ്ഥലത്തേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ എൻ്റെ മമ്മിയും സഹോദരങ്ങളെയും വിളിച്ചു. മമ്മി, നമ്മളെ കല്യാണം കഴിച്ചു വിട്ടത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്കാണ്. അവിടെ നമ്മുടെ പോലത്തെ ആരാധനയൊന്നുമല്ല, എനിക്കൊന്നുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുവാനിടയായി. അപ്പോൾ എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു, ഇല്ല, ഒരക്ഷരം പോലും നീ മിണ്ടരുത്, ദൈവഹിത പ്രകാരം നടന്നതാ ഈ കല്യാണം, ദൈവം അറിയാതെ അല്ല നിന്റെ ജീവിതത്തിൽ ഒന്നും വന്നത്. എനിക്ക് ഭയങ്കരമായിട്ടും ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു. പലപ്പോഴും ഞാൻ മമ്മിയോട് ഈ കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കുവാനൊക്കെ ഇടയായിട്ടുണ്ട്. ഒക്കെ മമ്മി പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, റോണിമോളെ, പപ്പ ഇല്ലാതെയാണ് നിന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടത്. അതിൻ്റെ എത്രമാത്രം ഭാരം ഉണ്ടായിരുന്നു നിനക്കറിയാം. ഒരക്ഷരം പോലും നീ പറയരുത്. ദൈവസന്നിധി മുട്ടുമടക്കി പ്രാർത്ഥിച്ചോ, ദൈവം നിന്റെ കൂടെയുണ്ട്, ദൈവം അറിഞ്ഞാൽ നിന്നെ ആ ഭവനത്തിൽ കൊണ്ടുവിട്ടതെന്ന്. എൻ്റെ ആ പ്രായത്തിൻ്റെ ഇതിൽ എനിക്കതൊക്കെ ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമായിരുന്നു. എങ്കിലും ഞാനതെല്ലാമായിട്ട് ചേർന്ന് പോകാൻ ഞാനും പഠിച്ചു. അങ്ങനെ ഏകദേശം 2 വർഷമായപ്പോഴാണ് ഞങ്ങൾക്ക് ദൈവം 2 മക്കളെ തരുന്നത്. ഒരു കുഞ്ഞിനെ വളർത്താൻ നിവൃത്തിയില്ലാതിരുന്നപ്പോഴാണ് വയറ്റിൽ 2 മക്കളാണെന്ന് അറിയുന്നത്. എൻ്റെ അച്ചാച്ചനോട് വിളിച്ചു പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, റോണി, ജോലി നിർത്തിപ്പോര്, നിനക്ക് റെസ്റ്റ്, ഈ സമയത്ത് നിനക്ക് റെസ്റ്റാണ് വേണ്ടത്, കാരണം 2 മക്കളാണ്. എനിക്ക് ഭയങ്കര പ്രയാസം തോന്നി. ഞാൻ മമ്മിയോട് വിളിച്ചു പറഞ്ഞപ്പോൾ മമ്മി ഇത്ര പറഞ്ഞു, അച്ചാച്ചൻ എന്തു പറയുന്നു അതനുസരിച്ചോളുക. അങ്ങനെ ഞാൻ ഹൈദരാബാദിൽ നിന്ന് ജോലി നിർത്തി കോട്ടയത്തെ വീട്ടിൽ വന്നു. എൻ്റെ അച്ചാച്ചൻ അന്ന് DC ബുക്സിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ ശമ്പളം, പിന്നെ സ്ഥലത്തിൽ നിന്ന് കിട്ടുന്ന കുറച്ച് ആദായത്തിൽ നിന്നൊക്കെയാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ 2 ആരോഗ്യമുള്ള 2 ആൺമക്കളെ ദൈവം തന്നു. അങ്ങനെ ആ കുഞ്ഞുങ്ങള് ഓരോ ദിവസവും വളരുന്ന സമയമായപ്പോൾ, അല്ലെങ്കിൽ ആ ചെറിയ പ്രായത്തില് അവരെ ഞങ്ങൾക്ക് വളർത്തുവാൻ വളരെയധികം ഭാരപ്പെട്ടു. ഞാൻ ഇത്രേ ചിന്തിക്കാറുള്ളൂ, 254 രൂപ കൊടുത്ത് ഒരു ടിൻ നാൻ എങ്ങനെ മേടിക്കും, അത് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. പലപ്പോഴും ഞാൻ പ്രയാസപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അച്ചാച്ചൻ ജോലി കഴിഞ്ഞ് വരുമ്പം ഞാൻ ആ കയ്യിലോട്ട് നോക്കും, മുഖത്തല്ല ഞാൻ നോക്കുന്നത്, ചാച്ചൻ നാൻ്റെ പാൽപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാതെ എനിക്ക് ആഹാരം ഇറങ്ങത്തില്ല. അങ്ങനെ ഒരു അമ്മയാണ് ഞാൻ. എൻ്റെ മമ്മിയും എൻ്റെ സഹോദരങ്ങളും എല്ലാം, മമ്മിയുടെ സഹോദരങ്ങളും എല്ലാം എന്നെ ഒരുപാട് സഹായിച്ചു. ഈ സമയം അവരെ എല്ലാം ഞാൻ ഒരുപാട് നന്ദിയോടെ ഓർക്കുകയാണ്. അവരെല്ലാം ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആരും എന്നെ തള്ളിക്കളഞ്ഞില്ല. എല്ലാവരും എൻ്റെ ഭാരത്തിലും എൻ്റെ പ്രയാസത്തിലും ഒക്കെ എൻ്റെ കൂടെ നിന്ന് എന്നെയും കുഞ്ഞുങ്ങളെ അച്ചാച്ചനെ ചേർത്ത് പിടിക്കുവാൻ അവരെയും ദൈവം ഇടയാക്കി. ദൈവം അവരെയൊക്കെയും അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഈ കുഞ്ഞായിരുന്ന സമയത്ത് ഞങ്ങളുടെ താഴെ ഒരു തോട്ടിൽ തുണി കഴുകാൻ പോകും. 5 പ്രാവശ്യം എനിക്ക് ജോലിയില്ല. അപ്പൊ ഞാൻ ഈ കുഞ്ഞുങ്ങളെ നോക്കി, ഇതുങ്ങളുടെ തുണി കഴുകാൻ പോകുന്ന സമയത്ത് 5 പ്രാവശ്യം ഞാൻ അവിടെ പോയി നിന്ന് കരയുമായിരുന്നു. കാരണം വീട്ടിലിരുന്ന് കരയത്തില്ല ഞാൻ. അവിടെ പോയി നിന്ന് കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ദൈവമേ, ഈ കുഞ്ഞുങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാറാകുമ്പോൾ അപ്പച്ചാ എനിക്കൊരു വഴി തുറന്നു തരണം, ഈ മക്കളെ വളർത്തണം, എങ്ങനെ സാധിക്കും, എനിക്ക് വഴി തുറന്നു തരണം. ഇത് മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന. ആരും കാണാതെ അവിടെ നിന്ന് കരഞ്ഞ് മുഖമൊക്കെ കഴുകി തിരിച്ച് വീട്ടിൽ കയറി വരും. ഞാൻ ഇന്നത്തെ പോലെ ഓർക്കുന്നു, നെംടെക്കിന് പഠിക്കുന്ന എൻ്റെ മോൻ, വലിയ മോൻ, അവനാണ് വലുത്. ഇവരുമാര് തമ്മിൽ 1 വയസ്സിന്റെ വ്യത്യാസമുള്ളെങ്കിലും അവനാണ് ആദ്യം പുറത്തു വന്നതുകൊണ്ട് അവനെയാണ് ഞാൻ വലിയ മോനായിട്ട് കരുതിയിരിക്കുന്നത്. അവൻ ഇന്നത്തെ പോലെ ഓർക്കുന്നു, അവൻ സോഫയെ പിടിച്ചിങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങുന്നു. അവനിങ്ങനെ പുറകോട്ട് മറിഞ്ഞു വീഴാൻ പോവുക. അപ്പൊ ഞാൻ ഓടിച്ചെന്ന് പിന്നെ ചേർത്ത് പിടിച്ചു. പിന്നെ ഞാൻ താഴെ ഇരുത്തി. ഞങ്ങളുടെ ലാൻഡ് ലൈൻ ഫോൺ റിങ് ചെയ്തു. ഞാൻ ഓടിച്ചെന്ന് ആ ഫോൺ എടുത്തു.
അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ മൂത്ത ബ്രദറിന്റെ വൈഫ് ഇവിടെ ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന ഡിഫൻസ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ട്. എന്നെക്കാളും 2 വർഷം മുമ്പ് ഇവിടെ വന്നതാണ്. അപ്പൊ അവൾ എൻ്റെ CV ഒക്കെ അവിടെ കൊടുക്കുവാനും ഒക്കെ ഇടയായി. അങ്ങനെ ഇവിടെ നിന്നുള്ള കോളായിരുന്നു, ഈ ഡിഫൻസ് ഹോസ്പിറ്റലിൽ നിന്നുള്ള കോളായിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തത്. അങ്ങനെ ഞാൻ ആ കോൾ ആൻസർ ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഇവിടെ സെലക്റ്റഡ് ആയി, അതുകൊണ്ട് ഇന്ന ദിവസം പോയി നീ മെഡിക്കൽ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു. അപ്പോഴാണ് ഈ മെഡിക്കലിന്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ ഓർക്കുന്നത്. ഇതിന് മുമ്പ് ഞാൻ എൻ്റെ അച്ചാച്ചനോട് ഈ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് അച്ചാച്ചൻ്റെ പാസ്പോർട്ട് എടുത്ത് നോക്കിയിട്ട് ചോദിച്ചു, റോണി നീ കുവൈറ്റിൽ പോയിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒറ്റ വാക്യം പറഞ്ഞു തീർത്തു, പോയിരുന്നു, ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയതാണ്, എനിക്കത് കിട്ടിയില്ല, അപ്പൊ ഞാൻ തിരിച്ചു വന്നു. അത്രത്തെ ഞാൻ നിർത്തി, ഞാൻ സത്യം പറഞ്ഞില്ല. ഈ സമയത്താണ് എൻ്റെ ദൈവമേ, ഞാൻ എൻ്റെ അച്ചാച്ചനോട് എന്ത് പറയും, മെഡിക്കൽ എടുക്കണം, ഞാൻ മെഡിക്കലി ഫിറ്റ് ആകുമോ? പല ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലോട്ട് വന്നു. രാത്രി മുഴുവൻ ദൈവസന്നിധി കരഞ്ഞു. പിറ്റേ ദിവസം അവർ തന്ന ഡേറ്റില് ഞാൻ എറണാകുളത്ത് മെഡിക്കൽ എടുക്കാൻ പോവുകയാണ്. അപ്പോഴൊന്നും ഞാൻ അച്ചാച്ചനോട് സത്യം പറഞ്ഞില്ല, കാരണം എനിക്ക് പേടിയായിരുന്നു പറയാൻ. അങ്ങനെ പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും എവിടെ പോകുന്നതിന് മുമ്പും മണർകാട്ട് മമ്മി താമസിക്കുന്നിടത്ത് പോയി എൻ്റെ മമ്മിയുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ. അന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ മമ്മിയുണ്ട്, എൻ്റെ പൊന്നുമ്മച്ചിയുണ്ട്. അവർ രണ്ടുപേരും കൂടെ എന്നെ പ്രാർത്ഥിച്ചു, എന്നെ വിട്ടു. ഞാൻ താഴെ വെളിയിലിറങ്ങി പോയിട്ട് ഞാൻ തിരിച്ചോടി കയറി മമ്മിയുടെ അടുത്ത് വന്ന് ബെഡ്റൂമിൽ കയറി കഥ അടച്ചിട്ട് ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി ഞാൻ ഈ മെഡിക്കലിന് പോവാ, ഈ മെഡിക്കൽ ഞാൻ അൺഫിറ്റ് ആയാൽ ഞാൻ തിരിച്ചു വരത്തില്ല, നിങ്ങൾക്ക് എന്നെ അവിടെ വന്ന് കൊണ്ടുവരാം ഇങ്ങോട്ട്. കാരണം ഈ മെഡിക്കൽ നടക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിനടുത്താണ് എന്നെനിക്കറിയാമായിരുന്നു. ഞാൻ തന്നെയാണ് പോകുന്നത്. അങ്ങനെ മമ്മിയോട് ഞാൻ അത് പറഞ്ഞു. മമ്മി വാവിട്ട് കരഞ്ഞു. മമ്മി പറഞ്ഞു, ഇല്ല, ഒരിക്കലും നീ അത് പറയരുത്, ദൈവത്തോട് ക്ഷമ പറഞ്ഞു. നിന്റെ വയറ്റിൽ 2 കുഞ്ഞുങ്ങളെ നിനക്ക് ദൈവം ദാനമായിട്ട് തന്നപ്പം നിന്റെ എല്ലാ പോരായ്മകളും മാറ്റിയാ ദൈവം നിന്നെ ആ ഒരു ലെവലിലേക്ക് ആക്കിയത്. അതുകൊണ്ട് ദൈവസന്നിധി ക്ഷമ പറഞ്ഞിട്ടേ നീ പോകാവുള്ളൂ, അല്ലാത്തതൊന്നും ചിന്തിക്കരുത്. നീ ധൈര്യമായിട്ട് പോക്കോ, നീ മെഡിക്കൽ ഫിറ്റ് ആകും, ദൈവം നിന്റെ കൂടെ ഉണ്ട്, മമ്മി പ്രാർത്ഥിച്ചോളാവുന്നു. അങ്ങനെ ഞാൻ കോട്ടയത്ത് നിന്ന് എറണാകുളം വരെ ബസ്സിലിരുന്ന് കരഞ്ഞു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമേ, അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു, ഇന്ന് ഞാനൊരു കുടുംബമായി, മക്കളെ വളർത്തണം, എനിക്കൊരു വഴി തുറന്നു തരണം. അത് മാത്രമായിരുന്നു എൻ്റെ ചിന്ത. അങ്ങനെ മെഡിക്കലിന് എടുക്കാൻ പോയി. മെഡിക്കൽ കഴിഞ്ഞു. മെഡിക്കൽ 10 മണിക്ക് കഴിഞ്ഞു. 4 മണി കഴിയുമ്പോഴേ റിസൾട്ട് കിട്ടത്തുള്ളൂ. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയി. ഞാൻ തളർന്ന് അതിന്റെ ബെഞ്ചിലിരുന്നു. ആ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലിരുന്നു. അവിടെ ഇരുന്ന് 4 മണിയായപ്പം റിസൾട്ടിന് ഓരോരുത്തരെ വിളിക്കാൻ തുടങ്ങി. എന്നെ വിളിച്ചകത്ത് കയറ്റി എന്നോട് പറഞ്ഞു, റോണി, യു ആർ മെഡിക്കലി ഫിറ്റ്. അപ്പൊ ഞാൻ ആ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ, അത് എൻ്റെ തന്നെയാണോ എന്ന്. കാരണം നഴ്സുമാരായ നമുക്ക് എപ്പോഴും ഒരു സംശയമുണ്ട്, എന്തു പറഞ്ഞാലും സംശയിക്കും, ഇതെന്റെ തന്നെയാണോ എന്ന്. 2 പ്രാവശ്യം ചോദിച്ചു. 2ാമത്തെ പ്രാവശ്യം അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, കുവൈറ്റിൽ നിന്ന് വന്നതിന്റെ ക്ഷീണം മാറിയിട്ടില്ല എന്ന്. എന്നാൽ അവിടെ ഞാൻ മിണ്ടാതെ നിന്ന് ഒന്നും കൂടെ ഞാൻ ചോദിച്ചു, ഡോക്ടർ അത് എൻ്റെ തന്നെ അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, റോണി, നീ ഈ മെഡിക്കലുമായിട്ട് സൗദി അറേബ്യയിൽ പോയിട്ട് നീ അതിൽ ഫിറ്റ് ആകാതെ തിരിച്ചു വന്നാൽ നീ ഡയറക്റ്റ്ലി എൻ്റെ അടുത്ത് വരണം, എൻ്റെ ജോലി ഞാൻ രാജിവെക്കുമെന്ന്. ഞാൻ ദൈവത്തോട് ഒരുപാട് നന്ദി പറഞ്ഞിട്ട് ആ ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഓടി വന്ന് എൻ്റെ മമ്മിയെ വിളിച്ചു, മമ്മി ഞാൻ തിരിച്ചു വരുവാ, ഏകദേശം 5 മണിയായി, മമ്മി ഫാസ്റ്റിങ്ങിലിരിക്കുകയാണ്, മമ്മി ഞാൻ തിരിച്ചു വരുവാ, എൻ്റെ മെഡിക്കൽ ഫിറ്റായി എന്ന്. നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കടന്നുപോയ വഴികളിൽ എൻ്റെ ദൈവം എന്നെ ചേർത്ത് നിർത്തുമായിരുന്നു. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. സങ്കീർത്തനം 138-ന്റെ 3-ാം വാക്യമാണ്. ദൈവം എൻ്റെ ഉള്ളിൽ ബലം നൽകി. അങ്ങനെ ഞാൻ 2005 ഈ സൗദി അറേബ്യയുടെ മണ്ണിൽ കാലുകുത്തുവാൻ എൻ്റെ ദൈവം എന്നെ ഇടയാക്കി. എൻ്റെ സാക്ഷ്യത്തിന് ഞാനൊരു പേരിട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറയാൻ ആദ്യം മറന്നുപോയി. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന എൻ്റെ ദൈവം.
ഇതാണ് എൻ്റെ സാക്ഷ്യത്തിന്റെ ആദ്യ ഭാഗം. ഞാൻ വളരെയധികം ഭാരത്തിൽ കൂടെ കടന്നുപോയെങ്കിലും എൻ്റെ യേശുപ്പച്ചൻ എന്നെ അവിടെയൊക്കെയും നിർത്തുവാൻ എന്നെ ഇടയാക്കി. രണ്ടാമത് എൻ്റെ സാക്ഷ്യത്തിന്റെ രണ്ടാം ഭാഗം ഇതാണ്. ഞാൻ 2005 ഇവിടെ ജോലിക്ക് ജോയിൻ ചെയ്തു. ഞാനിവിടെ കടന്നു വന്നത് ഒരു രജിസ്റ്റേർഡ് നഴ്സ് 3 എന്ന പൊസിഷനിലാണ്. മീൻസ് ഏറ്റവും ലോവസ്റ്റ് ഗ്രേഡിലുള്ള ഒരു നഴ്സ്. ഇതൊരു ഡിഫൻസ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഇവിടെ റാങ്കുകൾ ഉണ്ടായിരുന്നു അന്ന് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത്. എന്നാൽ RN3 ആയിട്ട് വന്ന ഞാൻ ഓരോ അവസ്ഥകളിലും പടിപടിയായിട്ട് RN2 ആയി, RN1 ആയി. അങ്ങനെ പിന്നീട് അസിസ്റ്റന്റ് ഹെഡ് നഴ്സ് എന്നുള്ള ഒരു പൊസിഷനിൽ ജോലി ചെയ്യുവാൻ ദൈവം എന്നെ ഇടയാക്കി. എനിക്ക് കാർഡിയാക്ക് എക്സ്പീരിയൻസ് ആണുള്ളത്. അവിടെ നല്ലൊരു പൊസിഷനിൽ നല്ലൊരു റാങ്കിൽ ജോലി ചെയ്യുവാൻ എൻ്റെ കർത്താവ് എന്നെ ഇടയാക്കി. ഞാൻ ഇവിടെ വന്ന സമയങ്ങളിലൊക്കെ ഇവിടെ ഒരുപാട് പ്രാർത്ഥനയ്ക്ക് പോകാനൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. പല കാരണങ്ങൾ കൊണ്ടും ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയില്ല, പല വർഷങ്ങൾ പോയില്ല. ഇന്നതിനൊക്കെയും ഞാൻ ദൈവസന്നിധിയിൽ ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചില വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ബ്രദറും കൂടെ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇവിടെ പോകുവാനൊക്കെയും ദൈവം ഇടയാക്കി. എന്നാൽ ചില നാളുകൾക്ക് ശേഷം എൻ്റെ മൂത്ത ബ്രദർ എക്സിറ്റ് ആയി പോയത് കൊണ്ട് എനിക്ക് പിന്നീട് പ്രയറിന് പോകുവാൻ കഴിഞ്ഞില്ല. എന്നാൽ 2019 ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് വളരെയധികം ഭാരത്തോടെ പ്രയാസത്തോടെ കടന്നു പോകേണ്ട ചില സിറ്റുവേഷനുകൾ വന്നു. അതൊന്നും എനിക്കിവിടെ റിവീൽ ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇത്ര വർഷം ജോലി ചെയ്ത ഒരു ഡിപ്പാർട്ട്മെന്റിൽ പെട്ടെന്നൊന്നും അല്ലാത്ത ഒരു അവസ്ഥയിലേക്കൊക്കെ മാറുവാൻ, പലവിധമായ പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോവാൻ ഇടയായി. അതിന് കാരണം ഞാൻ ജോലി സമയത്തും എൻ്റെ പേഴ്സണൽ ലൈഫിലും ഒക്കെ ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ആളാണ്. അത് എനിക്ക് ജോലി സ്ഥലത്ത് പല ഭാരങ്ങളിൽ കൂടെ കടന്നു പോവാൻ ഇടയായി. അതൊക്കെ എനിക്ക് ദോഷമായിട്ട് തീർന്നു. എന്നാൽ അവിടെയൊക്കെയും എൻ്റെ ദൈവം എന്നെ കാത്തു. 2019 ഞാൻ വെക്കേഷൻ നാട്ടിൽ വന്നിട്ട്, ഞാൻ എല്ലാ 6 മാസം കൂടുമ്പോൾ വെക്കേഷൻ വരുന്ന ഒരാളാണ്. 2019 വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോരുമ്പോൾ ഞാൻ എൻ്റെ അച്ചാച്ചനോട് പറഞ്ഞു, ചേച്ചാ എനിക്ക് പ്രയറിന് പോകണം, എവിടെയെങ്കിലും എനിക്ക് പ്രയറിന് പോകണം, ഞാൻ മാനസികമായിട്ട് അല്ലെങ്കിൽ ഞാൻ തകർന്നു പോകും. എനിക്ക് പ്രയറിന് പോകാനായിട്ട് ഒരു സ്ഥലം എനിക്ക് വേണം. എന്നെ ഹോസ്റ്റലിൽ വന്ന് കൊണ്ടുപോകുന്ന ഒരു ഫാമിലി ആയിരിക്കണം. അവർക്ക് കാരണം ടാക്സി എടുത്ത് പോകാനൊക്കെ എനിക്ക് ഭയങ്കര ഫിയർ ആയിരുന്നു. എനിക്ക് ടാക്സി പൈസയല്ല എൻ്റെ പ്രശ്നം, എനിക്ക് തന്നെ പോകാൻ ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, പ്രയാസത്തോടെ ഞാനും എൻ്റെ അച്ചാച്ചനും കൈ കോർത്ത് പിടിച്ചു പ്രാർത്ഥിച്ചു. ഞാൻ പോരുമ്പോൾ എന്നോട് പറഞ്ഞു, നിന്നെ ഹോസ്റ്റലിൽ കൊണ്ടുപോകുന്ന ഒരു ഫാമിലിയെ ദൈവം നിനക്ക് ഒരുക്കി തരും, നീ ധൈര്യമായിട്ട് പോവുക. അങ്ങനെ ഞാൻ എല്ലാവർക്കും അറിയാവുന്ന പോലെ മക്കളെയൊക്കെ വിട്ടിട്ട് വരുമ്പോൾ ഒരു മാനസിക ഭാരം എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ കേൾക്കുന്നവർക്ക് ഇതൊരു ധൈര്യമായിരിക്കണം, ബലമായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. എൻ്റെ മക്കൾക്ക് 1 വയസ്സ് പ്രായമുള്ളപ്പം ഞാൻ ഈ സൗദി അറേബ്യയിൽ വന്നതാണ്. അമ്മമാർക്ക് 22 വയസ്സാകുന്നു. ഏകദേശം 21 വർഷമായിട്ട് ജോലി ചെയ്യുവാൻ ദൈവം എന്നെ ഇടയാക്കി. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 25 വർഷമായി. പക്ഷെ ഞാനും എൻ്റെ അച്ചാച്ചനും 4-5 വർഷമാണ് ഒരുമിച്ച് ജീവിച്ച. അച്ചാച്ചൻ ഇവിടെ ഉണ്ടായിരുന്ന സമയം, ഇവിടെ സൗദി അറേബ്യയിൽ ചില വർഷങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച സമയം. ദൈവം എല്ലാത്തിനും ഒരു തക്ക സമയം വെച്ചിരിക്കുന്നു. അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. അതാണ് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ഇവിടെ വന്നു ഞാനിങ്ങനെ ഈ ജോലിയുടെ ഭാരത്തിൽ കൂടി ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ്, അതുപോലെ തന്നെ എൻ്റെ മെഡിക്കലിന് കുവൈറ്റിൽ എനിക്ക് എന്ത് സംഭവിച്ചോ അതുപോലെ തന്നെ വീണ്ടും എൻ്റെ മെഡിക്കലിന് ഇവിടെ ഒരു ചെറിയ പ്രശ്നം വന്നു. ഇവിടെ ഇയർലി നമ്മൾ മെഡിക്കൽ ചെയ്ത് അത് ഫിറ്റ് ആയെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ കോൺട്രാക്റ്റുകൾ നമുക്ക് തരത്തുള്ളൂ. അപ്പൊ ഞാൻ ആ ഒരു ഭാരത്തിലായിരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ പ്രയാസപ്പെട്ട് എൻ്റെ ജോലി കഴിഞ്ഞ് ഒരു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുക. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. ആ വെള്ളിയാഴ്ച സമയത്ത് ഞാനിങ്ങനെ നടന്നു വരുമ്പം സൂസൻ അവിടെ ദൂരെ ഒരു ബെഞ്ചിലിരിക്കുന്ന കണ്ടു. അപ്പം സൂസനെ എനിക്കറിയാം, ചില വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ട്. സൂസൻ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ദിവസം പോസ്റ്റിംഗ് വന്ന് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. സൂസന്റെ സാക്ഷിയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നടക്കുന്നുണ്ട്. എന്നാലും ജസ്റ്റ് കാണുമ്പോൾ ഹായ് ഹലോ അത്ര മാത്രമേ. എനിക്ക് എല്ലാവരോടും അത്ര ഞാൻ എല്ലാവരോടും മിണ്ടും, പക്ഷെ ഒത്തിരി നേരം ഒന്നും മിണ്ടിക്കൊണ്ട് നിൽക്കുകയില്ല.
എൻ്റെ ഫ്രണ്ട് സെലക്ഷനൊക്കെ എനിക്ക് വളരെ വളരെ ചുരുക്കം ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. പിന്നെ സൂസൻ ഒരു ദൈവപൈതലാണെന്നൊക്കെ എനിക്കറിയാം. ഞാനിങ്ങനെ ആ ദിവസം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാനിങ്ങനെ സങ്കടപ്പെട്ട് വഴിയെ കരഞ്ഞുകൊണ്ട് വരിക. ഞങ്ങൾക്ക് ഒരു 7 മിനിറ്റ് നടക്കണം എൻ്റെ ഹോസ്റ്റലിലോട്ട്, എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ. ഞാൻ ആ വഴിയെ ഇങ്ങനെ നടന്നു വരിക. അന്നൊരു വെള്ളിയാഴ്ചയാണ്. ആ വെള്ളിയാഴ്ച ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുക, ദൈവത്തോട് പറയുക, ഒരപ്പനോട് മകൾ സംസാരിക്കുന്ന പോലെ പരാതി പറയുക, ബിഷപ്പച്ച ഇന്ന് എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകാൻ വഴിയൊന്നും തുറന്നില്ലല്ലോ, എന്നെ ആര് കൊണ്ടുപോകും, എനിക്ക് എങ്ങനെ ഒരു പ്രാർത്ഥന സ്ഥലത്ത് പോകാൻ പറ്റും? അങ്ങനെ ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ട് വഴിയെ താൻ പറഞ്ഞുകൊണ്ട് വരിക. അന്നേരം ഞാൻ കണ്ടു സൂസൻ ദൂരെ ഒരു ബെഞ്ചിലിരിക്കുന്നവരുടെ വണ്ടി അവിടെ കിടക്കുന്നത് ഞാൻ കണ്ടു. സൂസൻ അപ്പൊ എഴുന്നേറ്റ് വന്ന് എന്നോട് ചോദിച്ചു, ആ ചേച്ചി നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നോ? അപ്പൊ ഞാൻ ചോദിച്ചു, നീ എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ആരെയോ പ്രേയറിന് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത്രയും കേട്ടു. എല്ലാവരും സുഖമായിരിക്കുന്നോ എന്ന് ചോദിച്ചു തീർന്നുകൂടെ അവൾ ഇങ്ങനെ ഒരു വാക്ക് എന്നോട് ചോദിച്ചു, ചേച്ചി നിങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്നിടത്തൊന്നും വരത്തില്ലല്ലോ, നിങ്ങൾ വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെയല്ലേ പോകത്തുള്ളൂ എന്ന്. എൻ്റെ ഉള്ളിൽ ഉണ്ടായ സന്തോഷം എത്ര മാത്രമാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ദൈവമക്കളെ. പക്ഷെ ഞാൻ ആ സമയത്ത് അവിടെ നിന്ന് സംസാരിച്ചാൽ ഞാൻ അവളുടെ മുമ്പിൽ കരഞ്ഞു പോകും. എൻ്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒന്നും മറ്റുള്ളവരോട് പറയുവാൻ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. എൻ്റെ സങ്കടമൊക്കെ ഞാൻ എൻ്റെ മുറിക്കകത്ത് വന്ന് ദൈവത്തോട് പറയുമായിരുന്നു. പക്ഷെ ഞാൻ അവിടെ വെച്ച് ഞാൻ അത്രയും കേട്ടു. ഞാനങ്ങ് നടന്നു ശരി എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് നടന്നു പോയി. മുന്നോട്ട് നടക്കും തോറും എൻ്റെ ഉള്ളിലുണ്ടായ സന്തോഷം എത്രയാണെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞില്ല, എന്നെ പ്രേയറിന് കൊണ്ടുപോകാവോ എന്നൊന്നും ഞാൻ ചോദിച്ചില്ല. ഞാൻ എൻ്റെ റൂമിൽ ചെന്നു, എൻ്റെ ബാഗെല്ലാം ഒരു സൈഡിലേക്ക് വെച്ചിട്ട് ഞാൻ ദൈവസന്നിധി കൈകൊട്ടി പ്രാർത്ഥിച്ചു, ദൈവമേ ഈ കുടുംബത്തോട് ചോദിച്ചാൽ ഇവരെന്നെ കൊണ്ടുപോകുമോ? എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകണം, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, എൻ്റെ മൈൻഡ് സെറ്റ് ഡൈവേർട്ട് ആവുന്നൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങി. ഞാൻ വാ വിട്ട് കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അന്ന് വൈകിട്ടും എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഞാൻ ശാന്തമായിട്ട് കിടന്നുറങ്ങി. വൈകിട്ട് ഡ്യൂട്ടിക്ക് പോകുന്ന വഴിക്ക് സൂസന്റെ നമ്പർ എൻ്റെ ഫോണിലുള്ളതൊന്നും ഞാൻ ഓർക്കുന്നില്ല. ഞാൻ പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ ചിന്തിച്ചു, ഡിപ്പാർട്ട്മെന്റിൽ ചെന്നിട്ട് അവരുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചു വയ്ക്കാം, ഫോണിൽ കിടക്കുന്ന നമ്പറിന്റെ കാര്യമൊക്കെ ഞാൻ മറന്നുപോയി. അങ്ങനെ ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ ചെന്നതിന് ശേഷം സൂസനെ അന്വേഷിച്ച് ഫോൺ ചെയ്തു. 3 പ്രാവശ്യം ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കാനാണ്, എന്നെ ഒന്ന് തിരിച്ചു വിളിക്കാവുന്ന. പക്ഷെ സൂസന്റെ തിരക്കുകൊണ്ട് എന്നെ തിരിച്ചു വിളിച്ചില്ല. 3-ാമത്തെ ദിവസമായപ്പം എനിക്ക് വീണ്ടും ഭയങ്കര ഭാരമായി. ഞാൻ തിരിച്ചതുപോലെ തന്നെ ഡ്യൂട്ടിക്ക് കടന്നു പോകുന്ന വഴി, കർത്താവേ എന്നെ ഇന്നലെയും വിളിച്ചില്ലല്ലോ സൂസൻ, തിരക്കാണോ എന്താണോ, ഇനി അവരെല്ലായിരിക്കും എന്നെ കൊണ്ടുപോകാൻ വരുന്നത്, ഇവരെല്ലായിരിക്കും എനിക്കുള്ള ഫാമിലി, അതുകൊണ്ടായിരിക്കും. എന്നാൽ ഞാൻ സൂസനെ മീറ്റ് ചെയ്ത് ആ സ്ഥലത്തെത്തിയപ്പോൾ ദൈവാത്മാവ് എന്നെ ഓർമ്മിപ്പിച്ചതാണെന്ന് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് പറയുകയാണ് മൊബൈൽ ഫോൺ എടുത്ത് നോക്കാൻ. ഞാനിങ്ങനെ നടക്കുന്ന വഴി സ്ക്രോൾ ചെയ്ത് ഞാനിങ്ങനെ നടക്കുന്ന വഴി നോക്കിയപ്പോൾ ഞാൻ കണ്ടു സൂസൻ സർജിക്കൽ ICU എന്ന് പറഞ്ഞ് ഞാൻ അവളുടെ പേര് സേവ് ചെയ്തിട്ടിരിക്കുന്നത്. എനിക്ക് അതിയായ സന്തോഷം എൻ്റെ ഹൃദയത്തിൽ തോന്നി. ഞാൻ അപ്പം തന്നെ ഞാൻ ഫോൺ എടുത്ത് വിളിച്ചു. ഞാൻ പറഞ്ഞു, സൂസനെ ഞാൻ നിന്നോട് 3 പ്രാവശ്യം വിളിക്കാൻ പറഞ്ഞിട്ട് വിളിച്ചില്ലല്ലോ. അപ്പൊ എന്നോട് ഞാൻ സോറി ചേച്ചി തിരക്കായി പോയി, അതുകൊണ്ടാ. ഞാൻ പറഞ്ഞത് പേഴ്സണലായിട്ടൊരു കാര്യമാ, എന്നെ ഒന്ന് പ്രേയറിന് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമോ, നിങ്ങൾ ആരാധിക്കാൻ പോകുന്നിടത്ത് എന്നെ ഒന്ന് കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചു. അപ്പം സന്തോഷത്തോടെ മകൾ എന്നോട് പറഞ്ഞു, തീർച്ചയായിട്ടും ഞങ്ങൾ വന്ന് കൊണ്ടുപോകാമെന്ന്. എന്നാൽ അതിന്റെ 1 ആഴ്ച മുമ്പ്, 1-2 ആഴ്ച മുമ്പ് സൂസനോടുള്ള ഒരു വാഗ്ദത്തമായിരുന്നു. അവരുടെ ചർച്ചില് ഒരു പാസ്റ്റർ വന്നപ്പോൾ അവളോട് പറഞ്ഞൊരു വാഗ്ദത്തമായിരുന്നു, അനേകര് തളർന്നും തകർന്നും ഇരിക്കുന്നവര് ഫോൺ കോളുകളിൽ കൂടെ നിന്നെ വിളിക്കും, ഒന്ന് പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകാമോ എന്ന് ചോദിച്ച് അവരെ ചേർത്ത് നിർത്തണമെന്ന്. ആ മകള് എന്നെ കരുതിയത്, സ്നേഹിച്ചത്, കരുതുന്നത് ഒന്നും എനിക്കിപ്പോഴും എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. അന്നു മുതൽ ഇന്ന് വരെയും ഈ നിമിഷം വരെയും എന്നെ ചേർത്ത് നിർത്തുകയും എനിക്ക് സപ്പോർട്ട് നൽകുകയും എനിക്ക് ബലം നൽകുകയൊക്കെ ചെയ്തു. ആത്മീകമായിട്ടൊക്കെ ഒരുപാട് വളരുവാൻ, എന്നെ സപ്പോർട്ട് ചെയ്യുവാൻ ദൈവം എന്നെ ഇടയാക്കി. അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും എന്നെ ഇവർ വന്ന് കൊണ്ടുപോകും. എന്നെ പ്രയർ കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിൽ കൊണ്ടേ ആക്കും. ഇത് ഏകദേശം 6 വർഷമായിട്ട് ഈ നിമിഷം വരെയും ചെയ്യുന്നു. പണ്ടൊക്കെ ഞാൻ എല്ലാ വെള്ളിയാഴ്ച മാത്രമേ പോകത്തുള്ളായിരുന്നു. ഇപ്പം പ്രാർത്ഥനകൾ ഒക്കെ കൂടുവാനും
ഇവിടെ അനേക പ്രാർത്ഥനകളിൽ പങ്കെടുക്കുവാനൊക്കെ ദൈവം എന്നെ ഇടയാക്കി. അതിനുള്ളിൽ കണ്ടുമുട്ടിയ സമയത്ത് ഞാൻ സൂസനോട് ഇപ്രകാരം പറഞ്ഞു, സൂസനെ, എല്ലാ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല, എന്നാലും ഡ്യൂട്ടിയിലെ ചില പ്രശ്നങ്ങളും അതുപോലെ തന്നെ മെഡിക്കലിൽ ഞാൻ അൺഫിറ്റ് മീൻസ് മെഡിക്കലിൽ എനിക്ക് പ്രോബ്ലം ഉള്ള കാര്യവും ഞാൻ ആ മകളോട് ആ സമയത്ത് കണ്ട സമയത്ത് പറഞ്ഞു. അപ്പം ഞാൻ ഭയങ്കര ഭാരത്തോടെയാണ് അത് പറഞ്ഞത്. ആ സമയത്ത് സൂസൻ ഏകദേശം ഒരു ആഴ്ചയായിട്ട് കിങ്ഡത്തില് ലീവിലിരിക്കുമായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ചേച്ചി ഒന്നും ഓർത്ത് ഭാരപ്പെടണ്ട, ചേച്ചി ഒരു പരസ്യകോലമായി പോകത്തില്ല, ഞാൻ ചേച്ചിക്ക് വേണ്ടി 7 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അത് എന്നെ വളരെയധികം എൻ്റെ മനസ്സിൽ ആശ്വാസം തന്നു. കാരണം എൻ്റെ രക്തബന്ധമല്ല, എൻ്റെ ആരുമല്ല, ഒരു ദൈവ പൈതലാണ്. ആ ദൈവിക സ്നേഹത്തിലാണ് സൂസനെ ചേർത്ത് നിർത്തിയത്. അങ്ങനെ ഈ ഭാരത്തിലിരിക്കുന്ന സമയത്താണ് ഞാൻ ഹോസ്റ്റലിലായിരിക്കുമ്പോൾ എന്നോട് സൂസൻ പറഞ്ഞു, ചേച്ചി ഇന്ന് ഇവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, ആ മീറ്റിങ്ങിന് ചേച്ചി വരുന്നോ? പാസ്റ്റർ രാജേഷ് പെരുമ്പാവൂരാണെന്ന് പ്രസംഗിക്കുന്നത്. ദൈവമക്കളെ, അദ്ദേഹത്തിന്റെ ആ മീറ്റിങ്ങിന് വരാൻ ഞാൻ സമ്മതിച്ചു. അങ്ങനെ ഞാൻ സൂസന്റെ വീട്ടിൽ വന്നു. മീറ്റിംഗ് തുടങ്ങി. അദ്ദേഹം പ്രസംഗിക്കുവാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ പറഞ്ഞ വചനം ഇതാണ്: വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് പറഞ്ഞിട്ടില്ലയോ? എല്ലാവരും ആരാധിക്കുവാണ്, ഞാൻ മാത്രം അവിടെ കുനിഞ്ഞിരുന്ന് കരയുവാണ്. ഞാൻ പലപ്പോഴും ദൈവസന്നിധി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, യേശുപ്പച്ച എന്നെ കൈവിട്ട് കളഞ്ഞോ? യേശുപ്പച്ച നീ എന്നെ മറന്നു കളഞ്ഞോ എന്ന് എപ്പോഴും ചോദിക്കുക. എൻ്റെ ഭാരത്തിൽ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം അതായിരുന്നു. ഈ ദൈവദാസൻ ഒരു 5 മിനിറ്റ് വചനത്തിൽ നിന്ന് സംസാരിച്ചു കാണും, എല്ലാവരും ആരാധിക്കുക, ഞാൻ മാത്രം കുനിഞ്ഞിരുന്ന് കരയുക. അപ്പൊ എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ തലയിൽ കൈവച്ചിട്ട് എൻ്റെ പാസ്റ്റ്, എൻ്റെ പ്രസന്റ്, എൻ്റെ ഫ്യൂച്ചർ എല്ലാം ഒന്നൊന്നായിട്ട് പറയാൻ തുടങ്ങി. പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്: മകളെ, നീ എപ്പോഴും എന്നോട് ചോദിക്കത്തില്ലേ, നീ എന്നെ മറന്നു കളഞ്ഞോ, നീ എന്നെ കൈവിട്ട് കളഞ്ഞോ എന്ന് ചോദിക്കത്തില്ലേ? ഞാൻ നിന്നെ മറന്നിട്ടില്ല, ഞാൻ നിന്നെ കൈവിട്ട് കളഞ്ഞിട്ടില്ല. നീ ഓരോ കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോഴും നിന്നെ ഒരു പൊന്നുപോലെ ഒരുക്കി പുറത്തു കൊണ്ടുവരാനാണ് എന്നൊരു വാക്ക് ഞാൻ കേട്ടു. ഞാൻ എല്ലാവരും നിലവിളിച്ചു, ദൈവത്തോട് കരഞ്ഞു, ദൈവസന്നിധിയിൽ വാവിട്ട് നിലവിളിച്ചു. എൻ്റെ കഴിഞ്ഞു പോയ കാലങ്ങള്, എൻ്റെ പപ്പയുടെ മരണം എല്ലാം, എൻ്റെ പാസ്റ്റ്, എൻ്റെ പ്രസന്റ്, എൻ്റെ ഫ്യൂച്ചർ എല്ലാം പറഞ്ഞു. ഞാനെല്ലാം കേട്ടവിടെ ഇരുന്ന് കരഞ്ഞു. ഞാൻ കേട്ടത് ദൈവശബ്ദമാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. മീറ്റിംഗ് കഴിഞ്ഞു. സൂസൻ എന്നെ വിളിച്ചു. സൂസൻ എന്നെ അടുത്തുകൊണ്ടു എന്നോട് ചോദിച്ചു, ചേച്ചി പറഞ്ഞതെല്ലാം സത്യമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പാസ്റ്റും ശരിയാണ്, പ്രസന്റും ശരിയാണ്, ഫ്യൂച്ചർ അദ്ദേഹം പറഞ്ഞത് ഇതാണ്: എൻ്റെ ഈ ജോലിയിൽ ഒരു മാറ്റം ഉണ്ടാകും. അത് എനിക്ക് ഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ അല്ല, പക്ഷെ നാളുകളായിട്ട് നിന്നെ അതിനകത്തൂടെ ദൈവം കൊണ്ടുവരികയാണെന്ന് പറഞ്ഞു. എന്നാൽ അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, സൂസനെ, ഫ്യൂച്ചർ എനിക്ക് അത്ര അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ഓൾറെഡി ഒരു നല്ല പൊസിഷനിലാണ് ഇവിടെ ജോലി ചെയ്യുന്നത്, അസിസ്റ്റന്റ് ഹെഡ് നഴ്സ് എന്നുള്ള പൊസിഷനിലാണ് ജോലി ചെയ്യുന്നത്. ഇതിന്റെ മേളിൽ എനിക്കൊരു പൊസിഷൻ വേണ്ട. നിനക്കറിയത്തില്ലായിരിക്കും, ഞാൻ നിന്നോട് പറഞ്ഞില്ല. ഡിസംബർ ഇതെന്നോട് പറയുന്നത് നവംബർ 19 പറയുന്നത്. അപ്പൊ ഞാനിങ്ങനെ പറയാണ്, ഡിസംബർ എന്നൊരു മാസം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് എക്സിറ്റ് ആയി പോകുമെന്ന് ഞാൻ ഇങ്ങനെ വെച്ചാണ് പറഞ്ഞത്. അപ്പം എന്നോട് സൂസൻ പറഞ്ഞു, ഇല്ല ചേച്ചി, ഒരിക്കലും അങ്ങനെ പറയരുത്, ദൈവശബ്ദത്തിന് കീഴ്പ്പെടുക, ദൈവശബ്ദം അനുസരിക്കുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി. അങ്ങനെ തന്നെ ഞാൻ അതൊക്കെ കേട്ടുവിട്ടു. അങ്ങനെ ഞാൻ വീണ്ടും ഹോസ്റ്റലിൽ പോയി. 2ാമത്തെ ദിവസം എൻ്റെ ഈ മെഡിക്കലിന്റെ പ്രോബ്ലങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, മെഡിക്കലിന്റെ പ്രോബ്ലങ്ങളും ഡ്യൂട്ടിയിലെ പ്രശ്നങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. വളരെ ഭാരത്തിലാണ്. 2ാമതും എന്നോട് പറഞ്ഞു, ചേച്ചി, ഒരു മീറ്റിങ്ങും കൂടെ ഇവിടെ നടക്കുന്നുണ്ട്, അതും രാജേഷ് പെരുമ്പാവൂർ പാസ്റ്റർ തന്നെയാണ് അത് മീറ്റിംഗ് പ്രസംഗിക്കുന്ന, ചേച്ചി വരുന്നു എന്ന് ചോദിച്ചു. ഞാൻ വീണ്ടും ആ ഭവനത്തിൽ ചെല്ലുവാനിടയാക്കി. അവിടെ ചെന്ന് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുക, കാരണം എൻ്റെ മെഡിക്കൽ ഫിറ്റായില്ലേ, എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആ പ്രോബ്ലം നടന്നുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ആ ദൈവദാസൻ വീണ്ടും എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. 3 പ്രാവശ്യം എന്നോട് ഇത് പറഞ്ഞു, സിസ്റ്ററോട് പറയാൻ, ഇനി ഒരു കുവൈറ്റ് ആവർത്തിക്കില്ല എന്ന്. ദൈവമക്കളെ,
ഞാൻ അലറി വിളിച്ചു. ഞാൻ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണു. കാരണം അവിടെ ഇരിക്കുന്ന ആർക്കും അറിയത്തില്ല ഞാൻ കുവൈറ്റിൽ പോയെന്നോ കുവൈറ്റിൽ എന്ത് സംഭവിച്ചെന്നോ ഒന്നും അവിടെ ഇരിക്കുന്ന ആർക്കും, ഈവൻ സൂസന് പോലും അറിയത്തില്ല. ഞാൻ വിട്ട് കരഞ്ഞു. ഞാൻ ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാകത്തില്ല. ദൈവം എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ വീണ്ടും അവിടെ മനസ്സിലാക്കുവാനിടയായി. ഞാൻ ആ മീറ്റിംഗ് കഴിഞ്ഞപ്പം ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ കുവൈറ്റിൽ പോയി ഉണ്ടായ സംഭവങ്ങളൊക്കെ അന്നേരമാണ് അവിടെ ഇരിക്കുന്നവരൊക്കെ അറിയുന്നത്, ഈവൻ സൂസനും അറിയുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ എൻ്റെ എംപ്ലോയി ഹെൽത്തിൽ ചെന്നു. ആ എംപ്ലോയി ഹെൽത്തിൽ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ്: യു ആർ മെഡിക്കലി ഫിറ്റ്. നീ ഒന്നും ഭാരപ്പെടണ്ട, നിനക്ക് ഈ ജോലിയിൽ ഇവിടെ തുടരാമെന്ന് പറഞ്ഞു. ദൈവമക്കളെ, ദൈവം എത്ര വിശ്വസ്തനാണ്. ദൈവം വാക്കുമാറാത്ത ദൈവമാണ്. എൻ്റെ ആവശ്യങ്ങൾ എത്രയെന്ന് ദൈവം അറിയുന്നു. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം, ഒരു നെടുവീർപ്പ് പോലും അറിയുന്ന ദൈവം. എൻ്റെ കഷ്ടതയിൽ ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാവുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഈ പ്രോമിസാണ് ഇന്നും എന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഞാൻ ദൈവത്തെ അറിയാതെ പോയ സമയത്ത് ദൈവം എന്നെ ചേർത്ത് നിർത്തുവാനുള്ള ഒരു കൃപ എന്നോട് കാണിച്ചു. അങ്ങനെ എൻ്റെ യേശുപ്പച്ചൻ എന്നെ കരുതി, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. യോബിന്റെ പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഉദ്ദേശങ്ങളും പദ്ധതികളും ഒക്കെ ദൈവം അറിയുന്നു. അങ്ങനെ ഞാൻ മെഡിക്കലി ഫിറ്റായി. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ചെറിയ പ്രായത്തില്, ഞാൻ നേരത്തെ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞായിരുന്നല്ലോ, എൻ്റെ ചെറിയ പ്രായത്തില് ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ഒന്നെങ്കിൽ എനിക്കൊരു പോലീസ് ഓഫീസർ ആകണം, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരു ടീച്ചറെങ്കിലും ആകണമെന്ന്. എന്നാൽ പോലീസ് ഓഫീസർ ഒന്നും ആയില്ലെങ്കിലും ഒരു നല്ല റാങ്കിൽ ഒരു ഡിഫൻസ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ ദൈവം ഇടയാക്കി. അതുപോലെ തന്നെ എൻ്റെ ആ കൊച്ചു പ്രായത്തിലെ ആ ചെറിയ ആഗ്രഹം എൻ്റെ ദൈവം എനിക്ക് സാധിപ്പിച്ചു തന്നു. ഞാൻ ഈ കാർഡിയാക് വാർഡില് അസിസ്റ്റന്റ് ഹെഡ് നഴ്സായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ 2010 ഓൺവേർഡ്സ് ഞാൻ ഒരു ഇൻസ്ട്രക്ടറായിട്ട്, അതായത് BLS, ACLS, PALS ഇതൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്ട്രക്ടറായിട്ട് ഒരു സൈഡായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പം ഞാൻ അതിന്റെ ഇൻസ്ട്രക്ടർഷിപ്പ് ഒക്കെ എടുക്കുവാൻ ഈ ഹോസ്പിറ്റലുകാർ എന്നെ പെർമിറ്റ് ചെയ്തു. അങ്ങനെ ഞാനൊരു അവരാവശ്യമുള്ളപ്പോൾ എന്നെ വിളിക്കും, ഞാൻ ചെന്ന് പഠിപ്പിക്കും, എനിക്ക് അതിന് പൈസ എക്സ്ട്രാ കിട്ടും. അങ്ങനെ അത് ചെയ്യുന്നുണ്ടായിരുന്നു. അത് 2010 മുതൽ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. എന്നാൽ കോവിഡ് കാലഘട്ടത്തിൽ അവിടെ ഇൻസ്ട്രക്ടേഴ്സിന്റെ എണ്ണം ഒരുപാട് കുറഞ്ഞു, ഒരുപാട് പേര് എക്സിറ്റ് ആയിപ്പോയി. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, രഞ്ജു, ഇപ്പോൾ കാനഡയിലാണ്. അവൻ എന്നെ ഇതിലേക്കൊരു ചാൻസ് എന്നോട് പറഞ്ഞു, ചേച്ചി പഠിപ്പിക്കാൻ ഇഷ്ടമുള്ളതല്ലേ, വന്ന് പഠിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഒരു ഫുൾ ടൈം ഇൻസ്ട്രക്ടറായിട്ട് ഒരു പ്രൊമോഷന് വേണ്ടി ഇവിടെ ഇങ്ങനെ ആളെ തിരക്കുന്നുണ്ട്, ഞാൻ ചേച്ചിയുടെ പേരാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ സമയത്ത് എൻ്റെ മനസ്സിൽ എനിക്ക് ജോലിയിലെ ഭാരം പ്രയാസങ്ങളൊന്നും എനിക്ക് സഹിക്കാൻ മേലാഞ്ഞിട്ട് ഞാൻ ജോലി നിർത്തി പോകാനിരുന്ന സമയമാണ്. എന്നാൽ രഞ്ജു എന്നോട് പറഞ്ഞു, ചേച്ചി ഇന്ന ദിവസം വന്ന് ഇന്നയാളെ കണ്ട് അതിന് ഇന്റർവ്യൂവിന്റെ സമയം എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ അവരുടെ ഓഫീസിൽ ചെന്ന് കയറുമ്പോൾ അത് വേറൊരു ഡിപ്പാർട്ട്മെന്റാണ്, നഴ്സിംഗുമായിട്ടൊരു ബന്ധമില്ല, ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റാണ്, അക്കാഡമിക് അഫയേഴ്സ്. ഞാൻ അവിടെ ചെന്ന് കയറുമ്പം ഞാൻ എപ്പോഴും ഓടി നടന്ന് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, എപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഞാൻ അന്ന് അവിടെ കയറി ചെല്ലുമ്പോൾ അവിടെ അന്ന് ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്വത്തിലുണ്ടായിരുന്ന, എനിക്കിവിടെ പേര് പറയാൻ സാധിക്കത്തില്ല, ആ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ആ വ്യക്തി, അതിന്റെ മാനേജർ, ആ കോർഡിനേറ്റർ എന്നെ അകത്ത് വിളിച്ചു. നീ എന്താ വളരെ ഡള്ളായിട്ടിരിക്കുന്നു, നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, എനിക്കൊരു കുഴപ്പമില്ല, ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്, ആക്ച്വലി ഞാൻ എക്സിറ്റ് ആയി പോകാനിരിക്കുവാണെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, എന്ത് പറ്റി? ഞാൻ ജോലിയിലെ കൊച്ചു പ്രശ്നങ്ങൾ എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അത്രയും മാത്രമേ ഇവിടെ നമുക്കങ്ങനെ മറ്റു ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് നമ്മുടെ പേഴ്സണൽ ഇഷ്യൂസ് ഒന്നും ഇവിടെ പറയാനുള്ള പെർമിഷൻ ഇല്ല. അങ്ങനെ ഞാനൊരു വാക്കിൽ നിർത്തി. അവര് ആ വ്യക്തി എഴുന്നേറ്റ് വന്ന് എന്നെ ഹഗ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, റോണി, ഒരു ഡോർ അടയുമ്പോൾ വേറൊരു ഡോർ തുറക്കുന്നവനാ നീ പ്രാർത്ഥിക്കുന്ന ദൈവവും ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവവും, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. എന്നെ അത് ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. ഇവിടുത്തെ ദേശക്കാരിയാണ് അത് പറഞ്ഞത്.
അപ്പൊ ക്രിസ്ത്യാനിയായിരുന്ന അല്ലെ ദൈവസന്നിധി നിൽക്കുന്നവർ എനിക്ക് ആ വിശ്വാസം ഇല്ലാതെ പോയല്ലോ എന്ന് ഓർത്തു. അങ്ങനെ അവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് 2 ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് രണ്ടാമത്തെ ഇന്റർവ്യൂവിന് അവർ വിളിച്ചില്ല. ആദ്യത്തെ ഇന്റർവ്യൂ തന്നെ അവർ സെലക്ഷൻ ആക്കി. അങ്ങനെ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ലൈഫ് സപ്പോർട്ട് ഇൻസ്ട്രക്ടറായിട്ട് ഇന്ന് ജോലി ചെയ്യുവാൻ ദൈവം എന്നെ ഇടയാക്കി. ഏത് ഒരു ജി സി സിയിലും നിനക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം എന്നെ ഇവിടം വരെ എത്തിച്ചു. ഇതൊന്നും എൻ്റെ മിടുക്ക് പറയാനോ അല്ലെ എൻ്റെ കഴിവ് പറയാനോ ഒന്നുമല്ല ഞാനിത് പറയുന്നത്. യേശുപ്പച്ചൻ എന്നോട് കാണിച്ച കരുണ, യേശുപ്പച്ചൻ്റെ നാമം ഉയർത്താൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇന്ന് ഞാൻ ആ പൊസിഷനിലാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഇപ്പം ഈ ജാനുവരി ആകുമ്പം ഏകദേശം 21 വർഷം പൂർത്തിയാകുന്നു ഞാൻ ഈ ദേശത്ത് വന്നിട്ട്. എൻ്റെ അപ്പച്ചൻ എന്നെ സ്നേഹിച്ചതാണ് ഞാൻ പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം പ്രകാരം പറയുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. യേശുപ്പച്ചൻ എന്നെ പേര് ചൊല്ലി വിളിച്ചപ്പോ ഒന്നും ഞാൻ വന്നില്ല. പലപ്പോഴും ഞാൻ മാറിപ്പോയി. ദൈവം ചെയ്ത ഉപകാരങ്ങളൊക്കെ മറന്ന് ഞാൻ നടന്നു. എന്നാൽ എന്നെ ഓമന പേര് ചൊല്ലി വിളിച്ചപ്പം ഞാൻ യേശുപ്പച്ചൻ്റെ അടുത്തേക്ക് ഒന്ന് അടുത്ത് ചെന്നപ്പോൾ എന്നെ പടിപടിയായി ദൈവം ഓരോ സ്ഥലങ്ങളിൽ നിർത്തുവാനും ദൈവനാമത്തിന് വേണ്ടി നിൽക്കുവാനും ഒക്കെ എന്നെ പഠിപ്പിച്ചു. ഞാൻ ഇതൊക്കെ പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഇതുപോലെ ഭാരപ്പെട്ടും തകർന്നും പ്രയാസത്തിലും പ്രതിസന്ധിയിലും ആയിരിക്കുന്ന അനേകർക്ക് ഈ സാക്ഷി ഒരു ആശ്വാസമായി തീരും എന്നെനിക്ക് ഉറപ്പുണ്ട്. തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ദേശത്ത് ഇപ്പോഴും ജോലി ചെയ്യുവാൻ എൻ്റെ കർത്താവുപ്പച്ചൻ എന്നെ ഇതുവരെയും നിർത്തി. ഇതാണ് എൻ്റെ സാക്ഷ്യത്തിന്റെ 2-ാം ഭാഗം. എൻ്റെ സാക്ഷ്യത്തിന്റെ 3-ാം ഭാഗത്തിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിപ്രകാരമാണ്. കോവിഡ് കാലഘട്ടത്തില് 2020 എല്ലാവർക്കും ഒരുപാട് നഷ്ടങ്ങളുടെ കഥ പറയാനുള്ളപ്പം എനിക്ക് പറയാൻ കഴിയും, ഈ നല്ല യേശുപ്പച്ചനെ കണ്ടുമുട്ടിയത് കുടുംബമായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബ്രദറൻ ചർച്ചിലാണ് ഞാൻ അത്രയും വർഷം ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ 2020 മുതൽ 2 വർഷം ഞാൻ വെക്കേഷൻ കടന്നു പോകാൻ കഴിയാതായി. കാരണം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇടത്തൊന്നും ട്രാവൽ ചെയ്യാനും പെർമിഷനൊന്നും കിട്ടുന്നില്ലായിരുന്നു. എല്ലാ 6 മാസം കൂടുമ്പോൾ വെക്കേഷൻ പോയിക്കൊണ്ടിരുന്ന ഞാൻ 2 വർഷം പോകാൻ സാധിച്ചില്ല. അങ്ങനെ ഇവിടെ ആരാധനകളില്ല, ഒരിടത്തും ആരാധനകളില്ല, അങ്ങനൊന്നുമില്ല. ഇങ്ങനെ സൂസന്റെ ഹസ്ബൻഡ് ബിജോയ് കുര്യൻ, അദ്ദേഹത്തിന് ഒരു ലിങ്ക് കിട്ടി. ആ ലിങ്ക് എനിക്ക് അയച്ചു തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി ഇത് കൊട്ടാരക്കരയിൽ നിന്ന് ഉള്ള ഒരു ജോയിൻ ചെയ്യുന്ന ഒരു ലിങ്കാണ്, ബ്ലെസ്ഡ് ആയിട്ടുള്ള മീറ്റിങ്ങുകളാണ്, കയറണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഈ പ്രയറിന് ഞങ്ങൾ കയറാൻ തുടങ്ങി. ഞാനും ഹോസ്റ്റലിൽ നിന്ന് കയറാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഒരു മീറ്റിംഗ് പോലും അത് ലോക രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രയർ ആയിരുന്നു. പാസ്റ്റർ ബിന്നി ജോൺ കൊട്ടാരക്കര അദ്ദേഹമാണ് അത് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആ മീറ്റിങ്ങിൽ കയറുവാനിടയായി. ഇങ്ങനെ എല്ലാ മീറ്റിങ്ങുകൾക്കും ആത്മാർത്ഥതയോടെ കയറും. ഇനി ഒരു ദിവസം ആ മീറ്റിങ്ങിൽ കയറിയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, റോണി സാജു വർഗീസ് ഇന്ന് പ്രാർത്ഥിക്കുമെന്നു. എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഞാൻ എത്രമാത്രം പ്രാർത്ഥിക്കാൻ, എനിക്ക് എല്ലാം ഞാൻ നന്നായിട്ട് ചെയ്യും, പക്ഷെ പ്രാർത്ഥന ഒഴികെ പ്രാർത്ഥിക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. എനിക്ക് പബ്ലിക്കിലൊന്നും പ്രാർത്ഥിക്കാൻ അറിയത്തില്ലായിരുന്നു. ഞാൻ വളരെ പ്രയാസപ്പെട്ടു. ആ സൂമിൽ 250 പേരുള്ള സൂമിൽ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കി, കർത്താവേ ഇത് ഞാൻ ആയിരിക്കരുതേ, റോണി സാജു വേറെ ഉണ്ടായിരിക്കണമെന്ന്. പക്ഷെ എന്നോടായിരുന്നു ആ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. പെട്ടെന്ന് ഞാൻ എൻ്റെ പപ്പായെ എങ്ങനെ ഓർത്തു, ഇത്രയും ദൈവനാമത്തിന് വേണ്ടി നിന്ന ഒരു വ്യക്തിയുടെ മകളാണ് ഞാൻ. കർത്താവപ്പച്ച എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലല്ലോ, എങ്കിലും ഞാൻ പ്രാർത്ഥിക്കുവാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് പ്രാർത്ഥിക്കുവാനിടയായി. അദ്ദേഹം ഒരു 8-10 കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഞാൻ എല്ലാം കൂടെ കൂട്ടി ഒരു 2-3 കാര്യം പ്രാർത്ഥിച്ചു. ഒരു 2-3 സെക്കൻഡുകൾ കൊണ്ട് എൻ്റെ പ്രാർത്ഥനകൾ, 2-3 മിനിറ്റുകൾ കൊണ്ട് എൻ്റെ പ്രാർത്ഥന ഞാൻ നിർത്തി. എന്നാലും ആ പ്രാർത്ഥനകൾക്കൊക്കെയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ബിജോയ് കുര്യൻ എന്നോട് പറഞ്ഞു, ബ്രദർ ബിജോയ് എന്നോട് പറഞ്ഞു, ചേച്ചി എന്നും പ്രയറിന് കയറുമല്ലോ, അച്ചാച്ചനോടും കൂടെ കയറാൻ പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ബിജോയ് നിങ്ങൾക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ, ഒരു ബ്രദറിൽ ജനിച്ചു വളർന്ന ആൾക്കാരാണ്.
അവർക്ക് ഇതൊന്നും ഒരു കാര്യമല്ല, അതിലൊന്നും കയറത്തൊന്നുമില്ല, അത് പ്ലീസ് എന്നോടത് പറയരുത്. അന്നേരം എന്നോട് ബിജോയ് പറഞ്ഞു, ഇല്ല ചേച്ചി അത് കൊടുക്ക്, കയറുവോ കയറാത്തതോ രണ്ടാമത്തെ കാര്യം. ഞാൻ പറഞ്ഞു ഓക്കെ ബിജോ പറഞ്ഞുകൊണ്ട് ഞാൻ കൊടുക്കാം, പക്ഷെ കയറിയില്ല എന്നോട് പരാതി പറയരുതെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഭാരമായിട്ട് തോന്നി. എങ്കിലും ഞാൻ ചാച്ചനോട് പറഞ്ഞു, ചാച്ച ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ട്, നല്ല മീറ്റിംഗ് ആണ്, അങ്ങനെ ഇതിൽ കയറാൻ പറഞ്ഞു. എന്നാൽ അദ്ദേഹവും ഈ മീറ്റിങ്ങുകൾക്കൊക്കെ കയറുവാൻ തുടങ്ങി. കാരണം പാസ്റ്റർ ബിനി ജോൺ കൊട്ടാരക്കരയുടെ ഈ മീറ്റിങ്ങുകൾ ആദ്യമൊക്കെ കയറുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഇത് ശരിക്കുള്ളതാണോ? കാരണം പലവിധമായ തിക്താനുഭവങ്ങള് കർത്താവിന്റെ ദാസന്മാരിൽ നിന്ന് ഞങ്ങളുടെ ചെറുപ്രായത്തില് മീൻസ് കർത്താവിനെ അറിഞ്ഞതിന് ശേഷം ഒരുപാട് ഭാരങ്ങൾ ഞങ്ങൾക്കുണ്ടായി. അപ്പൊ എനിക്ക് ഈ പാസ്റ്റർമാരെല്ലാം കാണുമ്പോൾ എല്ലാവരെയും ഒന്നും എനിക്ക് ഡൈജസ്റ്റ് ആകത്തില്ലായിരുന്നു. അപ്പം കുറെ മീറ്റിങ്ങുകൾ കയറി കഴിഞ്ഞപ്പം വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് ഞാൻ അവിടെ കാണുവാനിടയായത്. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളെല്ലാം യൂട്യൂബിൽ നിന്ന് തപ്പിയെടുത്ത് കാണുവാനും കേൾക്കുവാനും ഒക്കെ ദൈവം ഇടയാക്കി. ഇങ്ങനെ വിശ്വസ്തനായ ഒരു പാസ്റ്ററാണെന്ന് മനസ്സിലാക്കുവാനിടയായി. ദൈവം അദ്ദേഹത്തെ ധാരാളമായിട്ട് ഉപയോഗിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അങ്ങനെ അച്ചാച്ചനും ഈ മീറ്റിങ്ങുകൾ കയറി, അച്ചാച്ചന്റെ പപ്പ കയറി, മമ്മി കയറി, അങ്ങനെ കുടുംബമായിട്ട് ഞങ്ങൾ ഈ മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യുവാൻ തുടങ്ങി. അത് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കാനും തുടങ്ങി. അങ്ങനെ ആ സമയങ്ങളിലൊക്കെ ഞങ്ങളുടെ മക്കളുടെ സ്നാനം നടന്നിട്ടില്ലായിരുന്നു. അവന്മാര് 12th നിന്ന് ജയിച്ച് പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പോകാനുള്ള ഒരുക്കം ആ പ്രായം വരെ എത്തി. ഒരിക്കലും ബ്രദറിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അത്രയും പ്രായം വരെ ഒരു കുഞ്ഞുങ്ങളും അവിടെ നിന്നിട്ടില്ല. ഞാൻ അവിടെ പോയി ആരാധിക്കാൻ കല്യാണം കഴിഞ്ഞ് പോകുന്ന സമയം തൊട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതിന്റെ പിന്നിലിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവെ എനിക്ക് ഇവിടുന്ന് ഒരു വിടുതൽ വേണം, ഇതല്ല എനിക്കുള്ളത്, എനിക്കിതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഞാൻ എൻ്റെ കർത്താവും ഞാനും മാത്രമായിട്ടുള്ള ഒരു സംസാരമായിരുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളുടെ സ്നാനമെങ്കിലും ദൈവഹിതപ്രകാരം നടക്കണം. ഞാൻ വളരെയധികം ആഗ്രഹിച്ച ഒരു കാര്യമാണ്. ഞാൻ 2 വർഷം വെക്കേഷൻ പോകാതിരുന്ന ആ സമയത്ത് ഞാൻ വളരെയധികം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത ഒരു കാര്യമാണ്. കാരണം കുഞ്ഞുങ്ങളെ പ്രൊഫഷണലായിട്ട് തിരിഞ്ഞു പോകുന്നതിന് മുമ്പായി മക്കളുടെ സ്നാനം നടക്കണം. പക്ഷെ അത് ദൈവഹിതപ്രകാരമായിരിക്കണം. ഈ സങ്കടമൊക്കെ ഞാൻ എൻ്റെ മമ്മിയോട് പറയുമായിരുന്നു. ആ ചർച്ചിന്റെ പിന്നിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ആ ഒരു കാര്യം മമ്മിക്കറിയാമായിരുന്നു. മമ്മിയോട് ഞാൻ പറഞ്ഞു, മമ്മി മക്കളുടെ സ്നാനം നടന്നിട്ടില്ല, എനിക്ക് ഭയങ്കര ഭാരമാണ്, ദൈവഹിത പ്രകാരം അത് നടക്കണം, അത് കർത്താവ് ഒരുക്കണം. മമ്മി എപ്പോഴും ആശ്വസിപ്പിച്ച് പറയുമായിരുന്നു, നീ അത് ദൈവത്തോട് പറയുക, നിന്റെ മക്കളുടെ സ്നാനം ദൈവഹിത പ്രകാരം മാത്രമേ നടക്കത്തുള്ളൂ എന്ന്. അങ്ങനെ ആ അവധിക്ക് ഞങ്ങൾക്ക് ഇവിടുന്ന് ലീവ് സാങ്ഷനായി. 2 വർഷത്തിന് ശേഷം ഞാൻ അവധിക്ക് നാട്ടിൽ ചെല്ലുവാണ്. എൻ്റെ മനസ്സിൽ കുഞ്ഞുങ്ങളെ പഠിക്കാൻ വിടുന്നതിന് മുമ്പ് സ്നാനപ്പെടുത്തണം, അതായിരുന്നു ആഗ്രഹം. ഞാൻ അങ്ങനെ ആ കാര്യത്തിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ ഉപവാസ പ്രാർത്ഥനയുടെ 3ാമത്തെ ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാച്ചനെ വിളിച്ചു. എന്നോട് പറഞ്ഞു, റോണി പിള്ളേരുടെ സ്നാനം നീ വരുമ്പം നടത്തും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആണോ? അപ്പൊ എൻ്റെ ഉള്ളിൽ ഭാരപ്പെടുക, എൻ്റെ ഉള്ളിൽ കരയുവാണ്. അപ്പൊ ആ കൂടെ എന്നോട് പറഞ്ഞു, നമ്മുടെ മക്കളുടെ സ്നാനം നടത്തുന്നത് പാസ്റ്റർ ബിന്നി ജോൺ കൊട്ടാരക്കര ആയിരിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ അതെങ്ങനെ നടക്കും, എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചു. പപ്പായും മമ്മിയും സമ്മതിച്ചോ എന്ന് ചോദിച്ചു. സമ്മതിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതൊക്കെ പോട്ടെ, നമ്മുടെ മക്കൾ സമ്മതിച്ചോ എന്ന് ചോദിച്ചു. കാരണം പെന്തക്കോസ്തിന്റെ അനുഭവം എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. അവർ ജനിച്ചു വളർന്നത് ബ്രദറൻ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നുകൊണ്ട് പിന്നെ ഇതൊക്കെയും വളരെയധികം ഭാരപ്പെടുത്തി. അപ്പൊ ഞാൻ ചോദിച്ചു, അവര് സമ്മതിച്ചോ? അവര് സമ്മതിച്ചു. അതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ കയറി പറയുവാൻ ആഗ്രഹിക്കുന്നു. ചാച്ചൻ ബ്രദറിലായിരുന്നെങ്കിലും എൻ്റെ മമ്മിയുടെ ഭവനത്തിൽ വെച്ച് നടക്കുന്ന ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ എൻ്റെ കൂടെ വരികയൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ അവധിക്ക് ചെല്ലുന്ന സമയത്ത് നോക്കി എൻ്റെ മമ്മി ആ ദിവസങ്ങളിലൊക്കെ ഉപവാസ പ്രാർത്ഥന വെക്കും. ഞാനും എൻ്റെ അച്ചാച്ചനും മക്കളുമായിട്ട് അവിടെ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. 2016 ഒരു ഉപവാസം മമ്മി ഞാൻ ചെന്ന സമയത്ത് വെച്ചു. ആ ഉപവാസത്തില് ഒരു പാസ്റ്റർ ടിറ്റി മാത്യു ജോർജ്, എറണാകുളത്ത് നിന്നൊരു പാസ്റ്റർ മമ്മി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ശുശ്രൂഷിക്കുന്ന ആ ശുശ്രൂഷ വേളയിൽ അച്ചാച്ചന്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, അബ്രഹാമിനോട് പറഞ്ഞതുപോലെ നീ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട്
നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുമെന്ന്. അത് ആ പ്രെയർ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ ചാച്ചനോട് ചോദിച്ചു, എന്താ ദൂതൊക്കെ പറഞ്ഞത് കേട്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, പാസ്റ്റർമാരങ്ങനെ പല ദൂതും പറയും, അതൊന്നും കേട്ട് ഞാൻ ഇളകത്തില്ലെന്ന് എന്നോട് പറഞ്ഞു. എൻ്റെ മനസ്സിൽ ഭാരം തോന്നി, എങ്കിലും ഞാനത് വിട്ടുകളഞ്ഞില്ല. എൻ്റെ ഹൃദയത്തിൽ അത് ഞാൻ സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ ഈ കുഞ്ഞുങ്ങളുടെ സ്നാനം ഇതൊരു ദൂതായിരുന്നു. എൻ്റെ മനസ്സിലത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഈ കുഞ്ഞുങ്ങളുടെ സ്നാനം കൊട്ടാരക്കര ലോഗോസ് ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ കീഴിലാണ് നടന്നത്. പാസ്റ്റർ ബിന്നി ജോൺ കൊട്ടാരക്കരയാണ് ഈ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തിയത്. ഈ പാസ്റ്ററിനെ ഞങ്ങൾക്ക് അറിയില്ല, എനിക്കറിയില്ല. ഞാൻ സൂമി കണ്ടിട്ടേ ഉള്ളൂ. അദ്ദേഹത്തെ എനിക്കറിയില്ല. ചർച്ച ഏതാണെന്നറിയില്ല. ഈ ചർച്ച ആദ്യം ഞാൻ കണ്ടപ്പോൾ, ആദ്യമായിട്ട് ഇത് ജോയിൻ ചെയ്യുന്നതിന് മുമ്പായി ഇതിൽ മറ്റേ തമിഴ്നാട്ടിൽ എവിടെയുള്ള ഒരു ചർച്ച ആണെന്നാണ് നമ്മൾ വിചാരിച്ച. ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാണ് ഈ ചർച്ച കൊട്ടാരക്കര ഉള്ളതാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് സ്ഥലം അറിയില്ലായിരുന്നു. അങ്ങനെ ഈ കുഞ്ഞുങ്ങളുടെ സ്നാനം ദൈവഹിത പ്രകാരം അവിടെ നടക്കുവാനിടയായി. ദൈവത്തെ എത്ര സ്തുതിച്ചാലും എനിക്ക് മതിയാകത്തില്ല. എൻ്റെ ഹൃദയത്തിലെ കൊച്ചാഗ്രഹങ്ങൾ പോലും എൻ്റെ യേശുപ്പച്ചൻ എനിക്ക് സാധിപ്പിച്ചു തന്നു. അതാണ് ഞാൻ ദൈവമക്കളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ദൈവത്തിനെല്ലാം കഴിയും, എനിക്ക് സകലവും കഴിയുമെന്നും എൻ്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ലെന്നും ഞാൻ വീണ്ടും അറിഞ്ഞ സമയമാണത്. ആ ചർച്ചിൽ കടന്നു പോവാനും 3 ദിവസം ഉപവസിപ്പാനും കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ പോയി ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, അവിടെ സ്നാനപ്പെടുവാനൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം ഇവിടെയാക്കി. ആ ചർച്ചാണ് ഇന്നും എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഒരു മാതൃ ചർച്ചായിട്ട് കരുതിയിരിക്കുന്നതും ഞാൻ കീപ്പ് ചെയ്തിരിക്കുന്നതും. അവിടുത്തെ ദൈവമക്കളോടും ആ ദൈവദാസനോടുമുള്ള ഞങ്ങളുടെ സ്നേഹത്തെ ഈ സമയം ഒരു പ്രാവശ്യം കൂടെ ഞാൻ അറിയിക്കുകയാണ്. ഞങ്ങൾ കോട്ടയത്ത് താമസിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ എപ്പോഴും പോകാൻ പറ്റത്തില്ലെങ്കിലും ഞങ്ങൾ അവധിക്ക് വരുന്ന സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും അവിടെ പോയി ആരാധിക്കും, പ്രാർത്ഥിക്കും. മക്കളുമായിട്ട് അവിടെ കടന്നു ചെന്ന് പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവം ഇടയാക്കി. അങ്ങനെ ആ സ്നാനം കഴിഞ്ഞ് തിരിച്ചു വന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര പ്രശ്നമായി. ഭവനത്തിൽ നിന്ന് വളരെയധികം പ്രശ്നമുണ്ടായി. കാരണം പപ്പയും മമ്മിയും പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ വിട്ടത്. എന്നാൽ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ചില പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയി. സഭ ഒന്നടങ്കം നമ്മൾക്കെതിരായി, ദേശം നമ്മൾക്കൊന്നടങ്കം എതിരായി, വളരെ ഭാരത്തിൽ കൂടെ കടന്നുപോയി. അങ്ങനെ ചാച്ചൻ പ്രയാസപ്പെട്ടു. എല്ലാവരും തള്ളിക്കളഞ്ഞു. കാരണം ബ്രദറൻ സഭ വിട്ടത് അവിടെ ഒരു പ്രയാസമായി തീർന്നു. കാരണം ഇവര് പാരമ്പര്യമായിട്ട് ആ ചർച്ചില്, ചാച്ചനൊക്കെ ജനിച്ചു വളർന്നത് തന്നെ അതിലായിരുന്നു. അത് വിട്ടത് ഭയങ്കര പ്രയാസമായി പോയി എല്ലാവർക്കും. എന്നാൽ ഇന്ന് ദൈവസന്നിധിയിൽ ഞങ്ങൾ അങ്ങനെ പോകുന്നതോ അതൊന്നും ഒരു പേഴ്സണലായിട്ട് എടുക്കാതെ ഞങ്ങളോട് എല്ലാവരും സഹകരിക്കുവാനും ഞങ്ങളെ ചേർത്ത് നിർത്തുവാനും ഒക്കെ ദൈവം ഇന്നിടയാക്കി. അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ ഇന്നും കരുതുന്നത്. ദൈവം നടത്തുന്ന വഴികൾ എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. യേശുപ്പച്ചൻ നടത്തിയ വഴികൾ എൻ്റെ ഹൃദയത്തിലേതാഗ്രഹവും സാധിപ്പിച്ചു തന്ന എൻ്റെ കർത്താവ്, അസാധ്യങ്ങളെ സാധ്യമാക്കി തന്ന എൻ്റെ യേശുപ്പച്ചൻ. ഇങ്ങനെ ഭാരത്തോടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞ ഈ സാക്ഷ്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ബലപ്പെടുത്തും എന്നെനിക്ക് ഉറപ്പുണ്ട്. കാരണം നമ്മൾ സേവിക്കുന്ന ദൈവം, ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം ശക്തനാണ്, വലിയ ദൈവമാണ്, അത്ഭുത മന്ത്രിയാണ്, വീരനാൻ ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണ്. എൻ്റെ യേശുപ്പച്ചനെ മറന്ന് എനിക്കൊരു നിമിഷം പോലും ഇപ്പം ജീവിക്കാൻ പറ്റത്തില്ല. എല്ലാത്തിലുപരി പണ്ട് ഞാൻ പ്രാർത്ഥിക്കാനായിരുന്നു ഏറ്റവും മടിച്ചത്. ഇന്ന് ഞാൻ ദൈവസന്നിധിയിൽ എഴുന്നേറ്റിരുന്ന രാത്രിയുടെ യാമങ്ങളിൽ എനിക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള ഒരു കൃപ. ഞാൻ പൂർണ്ണയായി എന്നൊന്നുമല്ല പറയുന്നത്, എന്നാലും കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ, മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ എൻ്റെ ദൈവം എന്നെ ഈ സമയങ്ങളിൽ ഇടയാക്കാറുണ്ട്. ദൈവസന്നിധിയിൽ ഓരോ നിമിഷവും താഴ്ത്തിക്കൊടുത്ത് ദൈവത്തോട് ചേർന്ന് ജീവിപ്പാൻ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെ യഹോവയെ സേവിക്കും. അതാണ് ഞാൻ ഇന്നും ആഗ്രഹിക്കുന്നത്.
ഭൗതിക നന്മകളെല്ലാം ദൈവം തന്നു. അതിനെക്കുറിച്ചൊന്നും അല്ല എനിക്ക് പറയുവാനുള്ളത്. യേശുപ്പച്ചനോട് ചേർന്ന് ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ 4 പേർക്കും ചേർന്ന് ദൈവസന്നിധിയിൽ ആരാധിക്കാൻ പോവാൻ, പ്രാർത്ഥിക്കാൻ പോവാൻ ഒക്കെ ദൈവം ഇടയാക്കുന്നുണ്ട്. ഞങ്ങൾ കോട്ടയത്ത് ഞങ്ങൾ ആരാധനയ്ക്ക് പോകുന്ന ഇപ്പോൾ ഉള്ളൊരു IPC ചർച്ചിലാണ്. ബാംഗ്ലൂരായിരുന്നപ്പോൾ ലോഗോസിന്റെ തന്നെ ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ ഒരു ചർച്ച അവിടെ ഉണ്ടായിരുന്നു, അവിടെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ കോട്ടയത്ത് അച്ചാച്ചന്റെ ദേശത്ത് തന്നെ ഒരു IPC ചർച്ചുമായി ചേർന്ന് പോകുവാൻ ദൈവം ഈ സമയങ്ങളിലൊക്കെ ഇവിടെയാക്കുന്നു. മക്കളെയൊക്കെയും ഞങ്ങളെയൊക്കെയും ഇതുവരെ ദൈവം കരുതി വഴി നടത്തി. എനിക്ക് പറയുവാനുള്ളത്, എന്നെ സ്നേഹിച്ച ഈ ദൈവം എന്നെ കേൾക്കുന്ന ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട്, കരുതുന്നുണ്ട്. നമ്മുടെ കർത്താവിനാൽ അസാധ്യമായതൊന്നുമില്ല. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ടു അവർ ലിവിങ് ഗോഡ്. എനിക്കതാണ് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് ഒരു പ്രാവശ്യം കൂടെ എംഫസൈസ് ചെയ്ത് പറയുവാനുള്ളത്. ഇതാണ് എൻ്റെ ചെറിയ സാക്ഷ്യം. ഇതുവരെയും എന്നെ കേട്ട എല്ലാ ദൈവമക്കൾക്കും, ഇതിന്റെ പിന്നിൽ ഈ ആസാദി ചാനലിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് സാന്റി സിസ്റ്ററിനും ഫെന്നി പാസ്റ്റർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു പ്രാവശ്യം കൂടെ എൻ്റെ നന്ദിയെയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുകയാണ്. ദൈവം ധാരാളമായിട്ട് നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി നന്ദി റോണി സിസ്റ്ററെ. കർത്താവ് നടത്തിയ വിധങ്ങളെക്കുറിച്ചൊക്കെ ഷെയർ ചെയ്തതിൽ നമ്മുടെ ചെറിയ ചെറിയ ഞരക്കങ്ങൾ, പ്രാർത്ഥനകൾ പോലും കർത്താവ് കേൾക്കുന്നു. നമ്മുടെ ആഗ്രഹങ്ങളെ കർത്താവ് അറിയുന്നു. അവിടുന്ന് നമ്മളെ ഓരോ ചുവടും കരം പിടിച്ച് നടത്തുവാൻ വിശ്വസ്തനാണ്. ഞങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകർ ജീവിതത്തിലെ പല വിഷയങ്ങളിൽ ഒരുപക്ഷെ പ്രതിസന്ധിയെ നേരിടുന്ന വിഷയങ്ങളായിരിക്കാം. പ്രിയ സിസ്റ്റർ പറഞ്ഞല്ലോ, മെഡിക്കൽ ചെക്കപ്പിൻ്റെയൊക്കെ കാര്യം പറഞ്ഞല്ലോ. ചിലപ്പോൾ ഒരുപക്ഷെ മാനുഷികമായിട്ട് സാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം സാധിപ്പിക്കുമ്പോൾ, അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തുമ്പോൾ, ഇന്ന് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ഞങ്ങളുടെ ചർച്ചിൽ ഞാൻ പറഞ്ഞത്, ഈ റെക്കോർഡിങ് നടക്കുന്ന ദിവസം നമുക്ക് സ്വയമായിട്ട് നമ്മുടെ കഴിവുകൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല, അസാധ്യമാണ്, എല്ലാം നമുക്ക് അസാധ്യമാണ്. പക്ഷേ കർത്താവ് നമ്മുടെ കൂടെ നിന്ന് അസാധ്യങ്ങളെ സാധ്യമാക്കി നമ്മളെ നടത്തുന്നു. നമുക്ക് കർത്താവിൻ്റെ സഹായം ആവശ്യമാണ്. കർത്താവില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ജീവിതത്തിൽ അങ്ങനെ രുചിച്ചറിവാൻ പ്രിയ സിസ്റ്ററിനെ കുടുംബമായ കർത്താവ് സഹായിക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സിസ്റ്റർക്ക് തന്നെ ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ദൈവിക അനുഗ്രഹങ്ങൾ അവരുടെ മേൽ വെളിപ്പെടുവാൻ ഇടയെത്തിരട്ടെ. ഭാരങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരു ആശ്വാസവും വിടുതലും ഒക്കെ വെളിപ്പെടുവാൻ ഇടയെത്തിരട്ടെ. സിസ്റ്റർ എന്നെ ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായി ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്ന പശ്ചാസ്തുതിക്കുന്ന പിതാവേ, ഈ സന്ധ്യയുടെ യാമത്തിൽ കർത്താവേ ഞങ്ങളുടെ സ്നേഹത്തിൽ ഒരു പ്രാവശ്യം കൂടെ ആയിരിക്കാൻ തന്ന ഈ ഭാഗ്യനിമിഷങ്ങൾക്കായി നന്ദി പറയുന്നു കർത്താവേ. സ്തോത്രം അപ്പാ. ഈ ചാനലിൽ കൂടി കർത്താവേ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ എൻ്റെ യേശുപ്പച്ചനിടയാക്കിയ ഈ അവസരത്തിനായി നന്ദി പറയുന്നപ്പാ. ഇത് കേൾക്കുന്ന ഓരോ മക്കൾക്കും ഇതൊരു അനുഗ്രഹമായി തീരണമേ അപ്പച്ച. അവരുടെ തളർന്നു പോകുന്ന സമയങ്ങൾ, അവരുടെ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലായിരിക്കുമ്പോൾ, ആരും സഹായമില്ലാതിരിക്കുമ്പോൾ അപ്പച്ച അവർക്ക് ധൈര്യം നൽകി, ബലം നൽകി എൻ്റെ അപ്പച്ചൻ കൂടെ നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സാന്റി സിസ്റ്ററേയും ഫെന്നി പാസ്റ്ററേയും കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും അവരെ നിറച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. എന്റെ പിതാവപ്പച്ചൻ പ്രാർത്ഥന കേട്ട നല്ല സ്നേഹത്തിനായി സ്തോത്രം. സകലവും ക്രിസ്തയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പിതാവ് പുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ സഹവാസക്കാവൽ നാം എല്ലാവരുടെ മേലും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ സിസ്റ്ററുടെ മേൽ, തൻ്റെ കുടുംബത്തിന് മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. കർത്താവിനെ സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്തിട്ട് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ നന്ദി, പ്രേക്ഷകരുടെ നാമത്തിലുള്ള നന്ദി പറയുകയാണ്. താങ്ക് യു സിസ്റ്റർ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു റോണി സിസ്റ്റർ. ഞങ്ങളുടെ എല്ലാം നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമാണ് നമ്മൾ കേട്ടത്. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്ന പോലെ വേറെ ആർക്കും നമ്മളെ സ്നേഹിക്കാൻ കഴിയില്ല. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. കുടുംബമായിട്ട് പിന്നെയും കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ സൂസിസ്റ്ററോടുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. സൂസിസ്റ്റർ സാക്ഷ്യത്തിന് വേണ്ടി ഞങ്ങളും കാത്തിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ സൂസിസ്റ്ററും വന്ന് നമ്മുടെ ചാനലിൽ സാക്ഷ്യം പറയാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. ദൈവം അതിന് വഴിയൊരുക്കട്ടെ, ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Praise the Lord. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. God bless you all. God bless you too. Thank you all. Thank you for watching. God bless you all.